ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ 3 ബുക്കിങ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടതാണ്. മലപ്പുറം പിന്നെ അതിൻ്റെ താഴെയുള്ള എല്ലാ ജില്ലകളും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് കേട്ടോ. ഈ 3 ബുക്കിംഗ് എടുത്ത് വരുമ്പോഴത്തേക്കും ഈ വീഡിയോ ഇത്ര ലെങ്തി ആവാൻ കാരണം ഞങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് കട്ടപ്പനയിലാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ അതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഇതിൽ ഇടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇത്രയും ലെങ്തി ആവാൻ കാരണം. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. കട്ടപ്പനയിൽ ഇതുവരെ പോകാത്തവർ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എന്തായാലും അവിടെ ഒന്ന് പോകും. ഹായ്, അമ്മു പെരിന്തൽമണ്ണ എവിടെ നിന്ന് തുടങ്ങിയത്? മലപ്പുറത്ത് നിന്ന് തുടങ്ങിച്ചാലും ലാസ്റ്റ് അവള് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പത്തനംതിട്ട എത്തിയപ്പോഴാണ്. അതെന്താ വെച്ചാൽ റോഡിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. അത്രയും നല്ല റോഡും നല്ല മഴയും ഏകദേശം അത്യാവശ്യം നല്ല സമയം എത്രയുണ്ടാവും? ഇപ്പോൾ ഏകദേശം ഒരു സമയം 12:30 ആയിട്ടുണ്ട് രാവിലെ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തീരുമാനിച്ചു, അവിടേക്ക് തിരുവനന്തപുരം പോകാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് അവിടെ രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോൾ എത്തണം എന്നാണ് അവർ പറഞ്ഞിരിക്കണത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഹോട്ടലിൽ പോയി നിൽക്കാനുള്ള ഒരു സമയം ഇല്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്തായാലും പോണ വഴിക്ക് വണ്ടി ചാർജ് ഇടാം. ചാർജ് ഇടുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങുകയും ചെയ്യാം. അങ്ങനെ അതിന് പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടെ. നമ്മൾ സ്ഥിരം, അതായത് പത്തനംതിട്ട നമ്മളെ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിന് മുന്നേ തിരുവനന്തപുരത്തെ പ്രൊജക്റ്റിന് പോകുമ്പോഴൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു റോഡാണ് യൂസ് ചെയ്യാറ്. നല്ല സുഖമുള്ള റോഡാണ്, സൂപ്പർ റോഡാണിത്. മൂവാറ്റുപുഴയിൽ നിന്നും പുനലൂർ വരെ പോകുന്ന നല്ല സൂപ്പർ ഹൈവേ ആണത്. അപ്പോൾ ഇതിൽ ഈ പോണ വഴിക്ക് ഊതിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിൽസ് ഹബ് എന്ന് പറഞ്ഞിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നല്ല സൂപ്പറാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റായിട്ടാണ് തോന്നുന്നുണ്ടല്ലോ ആദ്യ കാലങ്ങളിൽ ഇത്ര ഫെസിലിറ്റി ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ. ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ കേരളത്തിൽ എന്താണോ സംശയം, അങ്ങനെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് കേട്ടോ എൻ്റെ ഓണർ. എന്തായി കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ അതിൻ്റെ ഓണർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങളായിട്ട് നല്ല പരിചയമാണ്. കാരണം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പത്തനംതിട്ടത്തെ പ്രൊജക്റ്റ് അതേപോലെ തിരുവനന്തപുരത്തെ പ്രൊജക്റ്റിനൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ റോഡ് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഞങ്ങളെ ധൈര്യം. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും, ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്, രാവിലെ നീച്ചിട്ടൊന്ന് ഫ്രഷ് ആവാൻ പറ്റും, കോഫി അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. പിന്നെ ഒരു സുഖമാണ്, ഒരു റിലാക്സ് കിട്ടുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഇതേപോലെ ക്ലോസ് ചെയ്തിടും. പക്ഷേ നമ്മളെ പോലെ സ്ഥിരം വരുന്ന ആൾക്കാർക്ക് അറിയാം അത് ഗേറ്റ് ക്ലോസ് ഒന്നും ആയിരിക്കില്ല. നമ്മൾക്ക് ഇറങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ 16% ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ടൊന്ന് കടന്നുറങ്ങാനുള്ള സമയമുണ്ട്. നല്ല സുഖമായിട്ട് ഒന്ന് ഉറങ്ങി രാവിലെ നീച്ച് ഫ്രഷ് ആയിട്ടാണ് പോവുകയും ചെയ്യുക. സാധാരണ ഈ ഇലക്ട്രിക്കൽ വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്നത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെ മുന്നിൽ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ ഇറങ്ങുക, നമ്മൾ തന്നെ ചാർജ് ചെയ്യുക. അതായത് ഞാനല്ല, സാധാരണ ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്ന ഗൃഹനാഥന്മാരൊക്കെ അതാ ചെയ്യാറ്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. കോ ഡ്രൈവർ ഇറങ്ങും, ഞാനത് തുറന്ന് കൊടുക്കുകയുള്ളൂ, ആളെന്നെ ചാർജിലിടും. അങ്ങനെ കോ ഡ്രൈവർ ചാർജൊക്കെ ഇട്ട് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. അലാറമൊക്കെ വെച്ചായിരുന്നു. എന്തിനാ അലാറം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അല്ലാതെ അലാറം അടിച്ചായിരുന്നു, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഇടയിലിടയിൽ ആൾക്കാർ വേറെയും ചാർജ് ചെയ്യാൻ വരുന്നതുകൊണ്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആയപ്പോൾ അലാറിന് അടിച്ച് അറിഞ്ഞില്ല. എന്തായാലും ലേറ്റായി എണീക്കാൻ, ഒരു 5:30 പോവാന്ന് വിചാരിച്ചതിനേക്കാൾ ഒരു 1.5 മണിക്കൂർ വൈകിട്ട് നീച്ചോന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ക്ലയന്റിന്റെ ഫാദറിന് അതുപോലെ ചേട്ടന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പതുക്കെ എത്തിയാൽ മതി. എന്നാലും ഞങ്ങൾ ഈ സ്ഥലം തന്നെ കാണാൻ നോക്കി എന്തൊരു വൈബാണ്. അതായത് ഒന്നാമത് ആ റോഡ് സൂപ്പർ വൈബ്. അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു റെസ്റ്റ് ഏരിയയും കൂടിയും കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് തന്നെ പോയി ചാർജ് ചെയ്യണത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചിലവിടെ ഈ ഫെസിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അത് ക്ലീനിങ് ഒന്നും പ്രോപ്പറായിട്ട് അവർ ചെയ്യില്ല. ചേട്ടൻ വെൽ മെയിൻ്റനൻസ് ചെയ്യുകൊണ്ടാണ്. പിന്നെ അതേപോലെ വേറൊന്ന് ചേട്ടനെ പറ്റി, ചേട്ടൻ വീഡിയോ ഒന്നും കാണില്ല, എന്നാലും പറയണ, ഓരോ രാത്രി തന്നെ ആള് 3-4 പ്രാവശ്യം ഉറക്കത്തുനിന്ന് എണീറ്റ് ഇവിടെ വരുന്നുണ്ട്. അതല്ല, അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇനി അറിയാത്ത ആൾക്കാർ, ഇപ്പോൾ പുതിയ EV എടുക്കുന്ന ആൾക്കാർക്കൊന്നും അധികം ആൾക്കാർക്കൊന്നും എങ്ങനെ ചാർജ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമില്ല. ഇപ്പോൾ നമ്മൾ തന്നെ എത്ര സ്ഥലത്ത് പോയിട്ട് പെടാറുണ്ട്. കാരണം ഈ EVയുടെ ചാർജിങ് സ്റ്റേഷന് ഒരു പ്രത്യേകത ഉണ്ട്. അത് കുറേ നേരം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹാങ് ആവും. അപ്പോൾ ഒന്ന് പവറൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് ടേൺ ഓൺ ചെയ്യേണ്ടി വരും. അതൊന്നും പുതിയ ആൾക്കാർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഉപകാരമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ
ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കോട്ടയാണ്. പക്ഷേ ഇത് പത്തനംതിട്ടയിൽ കൂടെയാണ് പോണത്. പക്ഷേ സെയിം കോട്ടയത്ത് കൂടി വരുന്ന റോഡാണ്. റോഡുകളൊക്കെ നല്ലതാണ്. സൂപ്പർ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സത്യം പറയാം, നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ കൂടെ ഏതെങ്കിലും റോട്ടിൽ കൂടെ പോകണമെന്ന് വെച്ചാൽ കുണ്ടിൽ വീണിട്ട് നമ്മളെ ഒരു എവിടെയും വണ്ടി നാശമാവും. അറിയാലോ, നിങ്ങളതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്ളോഗുകൾ കാണാറുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ NHൻ്റെ കാര്യമൊന്നും പറയണ്ട. അപ്പോൾ കണ്ണൂർ പോയ അവസ്ഥ നമുക്കതൊന്നും ഫുള്ളായിട്ട് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. കാരണം വീഡിയോ എടുക്കാൻ പറ്റിയാലല്ലേ വീഡിയോയിൽ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ശരിക്കും നമ്മൾ എവിടെ ഫോൺ തന്നെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡാഷിലാണ്. അതായത് സാധാരണ ഫോൺ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ടാണ് ഈ എടുക്കുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ ഒരു സ്മൂത്ത്നെസ് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു 1.5 കൊല്ലമായിട്ട് അവിടെ അങ്ങനെ കടന്ന് കറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ മെയിൻ്റനൻസ് ആണ്. അതായത് അവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാകുമ്പോഴേക്ക് തന്നെ അവരത് വന്നിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ആ കുഴികളൊന്നും വലിയ ഗർത്തങ്ങളായിട്ട് മാറാത്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പട്ടാമ്പി. വെറും 23 കിലോമീറ്റർ ഉള്ളൂ. ആ പട്ടാമ്പി ടൗണൊന്ന് കടന്ന് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കുഴിന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് ആകെ എത്രയോ ഒരു നിസ്സാര അല്ലേ, അവിടുത്തെ ഒരു MLA അല്ലെങ്കിൽ ആ ഒരു വിചാരിച്ചാൽ ഒരു 2 ലോഡ് റെഡിമിക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ചെയ്ത് തന്നേനെ. അന്ന് ആ ഹർത്താലിൻ്റെ ദിവസമൊക്കെ 2 ലോഡ് റെഡിമിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനും വേണ്ടിയിട്ട് എത്ര വാഹനങ്ങളാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കൊണ്ട്. ഇങ്ങനത്തെ റോഡുകൾ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം. ഒരു മാത്യു സാറിൻ്റെ അവിടെ വർക്ക് ചെയ്യും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു 4 മാസത്തെ ആ ഒരു പീരീഡിൽ തന്നെ അവിടെ 3 ടാറിങ് കഴിഞ്ഞു. ഞങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ റോഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഇവർ എന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടാർ ചെയ്യണമെന്ന്. അത് നമ്മളെ നാട്ടിലത്തെ റോഡ് കാണുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. നമ്മൾ വിചാരിക്കും ഈ റോഡിന് ഇപ്പോൾ ഈ റോഡ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും റീടാർ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഈ കേടില്ലാത്ത റോഡ് ഇങ്ങനെ ടാർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ റോഡ് നന്നാക്കാൻ ഇറങ്ങി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതായി. പണ്ട് ജയസൂര്യ ഒരു റോഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇത് ചെയ്യണമെന്ന് ചെയ്യാനും സമ്മതിക്കില്ല. നിങ്ങൾ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും. ഒരു ടൗണിലുള്ള ഒരു കുഴി അല്ലെങ്കിൽ ആ എന്തായാലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആവുമല്ലോ അവർ അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു 6 ക്യൂബിക് മീറ്റർ എത്ര വരുന്നത് റെഡിമിക്സിന്. അതായത് ഇതിന് ഇവർ ആരും ആവശ്യമില്ലാന്ന്. അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറോ ആ നാട്ടിലെ കുറച്ച് ജനങ്ങളോ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോൺക്രീറ്റ് ഇവർ പണിക്കും കൂടി ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. ആ റെഡിമിക്സ് കൊടുത്തിട്ട് ആ കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നമ്മളൊക്കെ സെറ്റാവും. അത്രയും കുഴിയിലൂടെ അന്ന് ജയസൂര്യ ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാണ്. കാരണം നമ്മൾ നല്ല നല്ല റോഡുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും പല റോഡുകളും നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്താലോന്ന്. അപ്പൊ അവർ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ മേ ബി ഇതുപോലെ അവരൊരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് റോട്ടിൽ കൂടി യാത്രയാണ്. ഈ മുഖ്യമന്ത്രി കണ്ട മന്ത്രിമാരൊക്കെ ഈ റോട്ടിൽ കൂടി തന്നെ ഇവരും യാത്ര ചെയ്യണം. ഇവർക്ക് എന്താണ് ഇതൊന്നും ഇവർ ഫേസ് ചെയ്യാഞ്ഞിട്ടാണോ അതോ ഇവരൊന്നത് മൈൻഡ് ചെയ്യാത്തതാണോ എന്താ സത്യത്തിൽ? ബ്ലോക്കിൽ പെടുന്നില്ലല്ലോ, അതൊരു മെയിൻ കാര്യം കേട്ടോ. ഇവരൊന്നും ബ്ലോക്കിൽ പെടുന്നില്ല. അതായത് ആംബുലൻസിനേക്കാളും ഒന്നാമത്തെ കാര്യം അവർക്കൊക്കെ നല്ല ഇന്നോവ വണ്ടി. പിന്നെ ഈ ഒരു ബ്ലോക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിക്കണത് ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ഭ്രാന്ത്. ഞങ്ങൾ കഴിഞ്ഞ മാസം മുന്നേ കൊയിലങ്ങാട് പാസ് ചെയ്യുമ്പോൾ റോഡ് ഒരു 15-20 കിലോമീറ്ററിന് മുന്നേ തന്നെ പോലീസുകാർ അപ്പോഴേ മനോട്ടം പറഞ്ഞു ഏതോ ഒരു മന്ത്രി അത് കുറച്ച് വലിയ ആളാ വരുന്നതെന്നും പറഞ്ഞു. കാരണം അത്രയും പോലീസ് ഒരു മന്ത്രിയുടെ വാഹനം അങ്ങോട്ട് പാസ് ചെയ്യാൻ നമുക്കറിയാം. അതായത് പോലീസ് പെട്രോളിംഗും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എസ്കോർട്ട് ഉള്ളത് പിണറായി വിജയനാണ്. അതായത് നമ്മൾ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ജംഗ്ഷനിലും പോലീസുകാർ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആള് കിലോമീറ്ററിന് അത്രയും പോലീസും അതോ ജംഗ്ഷനിലൊക്കെ ചെറിയ പോലീസുകാരൊന്നും അല്ല നിൽക്കുക. CI അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരാണ് പിന്നെ ട്രാഫിക് നിയന്ത്രിക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ഹ്യൂജ് സെക്യൂരിറ്റിയിൽ ഇത്ര സ്പീഡിൽ ഇവർ പോകണം. നമ്മളെങ്ങനെ പോവുക? നമുക്ക് ഒരു രക്ഷയില്ല പോകാനായിട്ട്. അതായത് ഒന്നാമത് ഇങ്ങനത്തെ റോഡൊക്കെ ആകുമ്പോൾ ഒരു ലോറി വന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ പോകും. ഇതാണ് നമ്മളെ ജഡായിപ്പാറ അല്ലേ, ചടയമംഗലം. ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ കയറണം എന്നിങ്ങനെ വിചാരിക്കും. അല്ല ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പോണത് രാവിലെ നേരത്തെയാണ്, അപ്പോൾ അവിടെ തുറക്കില്ല. ഇനി ഒരു പ്രാവശ്യം കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ അവിടെയാണെങ്കിലോ ഫുൾ എന്തായിരുന്നു ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവിടെ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്തായിരുന്നില്ല, ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ശരിക്ക് കാണേണ്ട സമയമാണ്. കാരണം വലിയ വെയിലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ നടന്ന് കയറാൻ പറ്റില്ല തോന്നുന്നുണ്ട് അല്ലേ? നടന്നും കയറാം, കേബിൾ കാറും ഉണ്ട്.
എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ മാസത്തിലൊരു വട്ടം പോയി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ കയറി വെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ആരും കുറ്റം പറഞ്ഞതൊന്നല്ല കേട്ടോ. നമ്മൾ കുറ്റം പറയാന്ന് ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറ്റം പറിച്ചില്ല എന്ന് പറയാം, അത് വേറെ കാര്യം. ഇത് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാത് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ 10 കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തിനൊക്കെ ആൾക്കാർ പിരിവിന് കൊടുക്കണം. ഈ കുഴി നേരെയാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പളേക്ക് കൊടുക്കും. ഇത് ഇവരെന്താ ചെയ്യണത് അറിയോ? അതൊന്ന് റോഡിലൊരു ചെറിയ കുഴി വന്നാൽ അത് അടുത്ത വട്ടം പാസ്സാവട്ടെ, പിന്നെ അതിനൊരു പാസ്സാക്കൽ, പിന്നെ അതൊരു കോൺട്രാക്ടർക്ക് കൊടുത്ത് അതിൻ്റെ ഒരു ഡിലേ, അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടിയാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് ആ റോഡിൻ്റെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും. ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ട് ആ നാട്ടിലുള്ള സകല ആൾക്കാരും നടുവൊടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തിനാ നിങ്ങളത് നേരെയാക്കണത്? തൃശ്ശൂർ ശോഭ സിറ്റിയുടെ അവിടെ കുറെ പണിക്കാർ അവിടെ കിടന്ന് തിരിയാന്നല്ലാതെ അവിടെ ഒരു വർക്ക് നടക്കുന്നില്ല. അത് ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കിട്ടുന്നുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു കോൺട്രാക്ടറാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാൻ പണിയണമെന്ന് വെച്ചാൽ മിനിമം ഒരു 6-7 പേര് ഒരു മാസം ആ സൈറ്റിൽ സ്ഥിരമായിട്ടുണ്ടായിരിക്കും. അവർ രാവിലെ ഒരു 8-9 മണിക്ക് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 9-9:30 വരെയാണ് നമ്മൾ ജോലി ചെയ്തിട്ടാണ് ഒരു മാസം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഞങ്ങൾ തീർക്കുമെന്ന് പറയണത്. ഏകദേശം ഒരു വർഷം മുന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് സതീഷ് ചേട്ടൻ്റെ വീടിന് ബുക്കിംഗ് ചെയ്യാനായിട്ട് വന്നത് അല്ലേ. ഇപ്പോൾ ആ വീട് ഹൗസ് വാമിങ് ആവാനായി. വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവർ ഓണത്തിന് താമസിക്കണുള്ളൂ. പക്ഷേ അന്ന് വരുമ്പോഴുള്ള അതേ റോഡിൻ്റെ, അതായത് NH-66 കാര്യം ഞാനീ പറയണത്. അന്ന് മംഗലപുരം അല്ലേ, മംഗലപുരത്ത് 4 പില്ലർ ടച്ച് ആയിരുന്നു അവിടെ ഓവർ ബ്രിഡ്ജിന്. ഇന്നിപ്പോൾ ഈ പോണ പോക്കിലും അതേ തന്നെ ഉള്ളൂ. ഈ ഇത്രയും വലിയ ഹൈവേ ഒക്കെ പണിയാൻ ഒരു 10 ആളും കൂടി നീ ഏതെങ്കിലും സൈറ്റിൽ കണ്ടിട്ടുണ്ടോ? അതായത് ഇതൊന്ന് എങ്ങനെ ഇതൊക്കെ എത്ര വർഷത്തിലാണ് ഇത് ഇവർ തീർക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു റോഡ് പണിക്കൊക്കെ ഒരു 10 ആളും കൂടി ഇല്ലാണ്ട് എങ്ങനെ ഇതൊക്കെ ഇതിലൊരു പ്രോഗ്രസ് ഉണ്ടായിരിക്കുക? അങ്ങനെ നാട്ടുകാരെ കുറ്റം പറഞ്ഞ് വെഞ്ഞാറമൂട്ടിലൂടെയൊക്കെ പോയി ഞങ്ങളിതാ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരം എവിടെയാണ്? ശ്രീകാര്യത്താണ്. നല്ല അടിപൊളി സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സൈറ്റ്. കാരണം നമുക്ക് ഇതിന് മുന്നേ തിരുവനന്തപുരത്ത് കിട്ടിയ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സതീഷ് ചേട്ടൻ്റെ സൈറ്റ് ആയിരുന്നു. അപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നമുക്ക് വിശാലമായ സ്ഥലം, ഏകദേശം ഒരു 2500-3000 സ്ക്വയർ ഫീറ്റ് അല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. പ്ലാൻ ആയിട്ടില്ല, പ്ലാൻ എല്ലാം റെഡി ആക്കണേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാ സൈഡിലും നല്ല കോൺക്രീറ്റിൻ്റെ മതിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ബേസ്മെൻറ്റ് അവർ ചെയ്യണം. എന്നിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമായി. കാരണം ഇപ്പോൾ ഇട്ടിരിക്കുന്ന അത്രയും അവർ ഹൈറ്റ് ആക്കാൻ പോവുകയാണ്. കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. പ്രളയത്തിൻ്റെ സമയത്തൊക്കെ അവർ അന്ന് എത്ര വെള്ളം കയറിയെന്നനുസരിച്ചിട്ടാണ്. അതായത് ഇതാണ് റോഡ്. ആ റോഡിനെ നോക്കുമ്പോൾ ഈ വീടാണ് ഇപ്പോൾ അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. പക്ഷേ ആ വീട് വെച്ചിരിക്കുന്നത് ഇഷ്ടികയിലാണ് അല്ലേ. ഇഷ്ടികയിലാണ് ആ വീട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഒരുപാട് കംപ്ലയിൻസ് ആണ് കാണിച്ചു തന്നത്. അതായത് മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈർപ്പം തന്നെ. അവർ വീട്ടിൽ ഒരൊറ്റ പെയിൻറ്റിങ്ങും ഇതൊന്നും നിൽക്കണില്ല, എല്ലായിടത്തും ലീക്കാണ്. അതായത് വീടിൻ്റെ ഉള്ളിലടക്കം. അതിനൊരു ശാശ്വത പരിഹാരം അവരിപ്പോൾ ചെയ്തിട്ടും ശരിയാവില്ല എന്ന് പറയണത്. കോൺട്രാക്ടർ തന്നെ 2 വട്ടം വന്ന് ചെയ്ത് കൊടുത്തു എന്നാണ് പറയണത്. പക്ഷേ അതുകൊണ്ട് ക്ലിയർ ആവണില്ല. അതൊക്കെ കൊണ്ടാണ് അവർ പിന്നെ നമ്മുടേതായ ഈ രീതിയിലോട്ട് വന്നത്. ആക്ച്വലി അവർക്ക് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട്. എന്നിട്ട് കൂടെ അവർ പുതിയൊരു വീട് വെക്കുകയാണ്. ഈ ഒരു പ്രശ്നം കാരണം കോൺക്രീറ്റിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്താൽ ശരിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്രയും പൈസ കൊടുത്തത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി റെൻറ്റ് പർപ്പസ് ആക്കിയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാമെന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ ഈ രീതിയിലേക്ക് മാറാൻ ഉള്ളൊരു ഏക കാരണം അതാണ് കേട്ടോ അവർ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിന് മുന്നേ ചെയ്ത വീട് അവർക്ക് റീസണബിൾ ആണ് അല്ലേ. അപ്പോൾ അവർ തന്നെ പറഞ്ഞില്ല ഇത്ര രൂപയ്ക്കാണ് ഇത് ഫുൾ ഫിനിഷ് ആക്കി തന്നത്. ആ കോൺട്രാക്ടർ തന്നെ വേണമെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നമ്മളെയും കൊണ്ട് ചെയ്യിച്ചാലുള്ള നടക്കുക. അപ്പോൾ അവർ സതീഷ് ചേട്ടൻ്റെ വീട് പോയി കണ്ടായിരുന്നു, അവർ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. പ്ലാന് വരച്ചിട്ടില്ല. 2500 × 3000 ഉള്ളിൽ നമ്മൾ അതുപോലെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സതീഷ് ചേട്ടൻ്റെ പോലത്തെ ഒരു പ്ലോട്ടാണ്. ഇവിടെ വന്നപ്പോൾ എന്തായാലും നല്ലൊരു പ്ലോട്ടായി. ഇതിൽ സത്യം പറഞ്ഞാൽ 2 വീടാണ് കേട്ടോ ചെയ്യണത്. അതായത് ഇത് നമ്മൾ കാറ് വെച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വീടുകളാണ് വരാൻ പോണത്. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത്. ഇങ്ങനത്തെ പ്രൊജക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ നമ്മൾ തോമസ് ചേട്ടൻ്റെ ചെയ്യണ പോലെ നല്ല സ്പേസ് ഉള്ള സ്ഥലമാകുമ്പോൾ
വർക്ക് ചെയ്യാനും അതായത് നമ്മളെ സാധനങ്ങളും ഇതൊക്കെ കൊടുന്നിടാൻ കൊണ്ടുവന്ന് വെക്കാനൊക്കെ അത് നല്ലൊരു ആവശ്യമാണ് നമുക്ക്. മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പൈപ്പ് തന്നെ നമ്മളത് 6 മീറ്റർ വരും. അപ്പോൾ ഒരു റോഡ് സൈഡിലൊരു പൈപ്പ് എന്തായാലും ഇടാൻ പറ്റില്ല. പിന്നെ നമ്മളത് ഈ സാധനങ്ങളൊക്കെ വിലപ്പിടിച്ച സാധനങ്ങളല്ലേ. നിങ്ങൾക്കറിയാലോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പെറുക്കലുള്ളതാണ്. അപ്പോൾ നമ്മളെ സാധനം ഈസി ആയിട്ട് അവർക്ക് പെറുക്കി കൊണ്ടുപോകാനും പറ്റും. കാരണം ഈ പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ്. പണ്ട് ആൾക്കാർ സെൻറ്ററിങ് ജോബിന് ഉപയോഗിച്ചിരുന്നത് മരവും പലകയും. അത് ഓൾറെഡി നമ്മളടുത്തുണ്ട്. അതിപ്പോൾ അടുത്തുള്ള ആൾക്കാർ വറകിനൊക്കെ വേണ്ടിയിട്ടേ കൊണ്ടുപോകുള്ളൂ. പക്ഷേ നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയാവും. കാരണം ചെറിയ ചെറിയ പൈപ്പും കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും, വലിയ പൈപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സുഖമായിട്ട് അവർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഷീറ്റുകൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സൈറ്റിലല്ലേ വെക്കണത്. അപ്പോൾ നമുക്ക് ഒരു സെക്യൂറായ സ്ഥലം നിർബന്ധമാണ്. പിന്നെ എല്ലാ ടൂൾസുകളും ഉണ്ടായിരിക്കും. ആ ടൂൾസും മെഷീനറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് വേണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്ലയൻസിനോട് പറയണത് നമ്മളെ വർക്കേഴ്സിനുള്ള അക്കോമഡേഷൻ നിയർ ബൈ സൈറ്റ് തരണം എന്നുള്ളത്. ഇനി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ഥലം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഷെഡ് കെട്ടിയാൽ മതി. കാരണം ആ ഷെഡ് അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തോമസ് ചേട്ടന് കെട്ടി കൊടുത്ത പോലെ അവർക്കത് ഭാവിയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ എന്തിനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ക്ലൈൻറ്റും അടുത്ത് തന്നെ താമസിക്കണോണ്ട് ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവരും സൈറ്റിലവിടെ നമുക്ക് നല്ല ഷെഡ് കെട്ടി തരാന്നാ പറഞ്ഞു. അങ്ങനെ നമ്മളിതാ സതീഷ് ചേട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സതീഷ് ചേട്ടൻ്റെ സൈറ്റിൽ കയറി. അതായത് ഇപ്പോൾ ഇന്നാൾ ചെന്നപ്പോൾ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. അതായത് ഈ കബോർഡ്സിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതല്ല, ഞാൻ ഇപ്പോൾ പോയത് തന്നെ ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തായി കഴിഞ്ഞാലും അവിടെ കയറണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി അതായത് നമ്മളെ കുട്ടികളെ ഓരോ സ്ഥലത്ത് കൊണ്ടേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ ഒന്ന് പോയി നോക്കും. അവർ കയറി താമസിക്കുന്ന വരെ ഇപ്പോഴും നമ്മളെ വീടാണ്. എല്ലാ വീട്ടുകാരോടും ഞാനതാ പറയാറുള്ളത്. അതായത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് അവർ കയറി താമസിക്കുന്ന വരെ ഞങ്ങളതാ. താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ളൂ അവരിതാവുക. ഇപ്പം തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ വിശപ്പിൻ്റെ സൂക്കടുള്ള ആൾ ഏകദേശം പറയാൻ തുടങ്ങി വിശക്കുന്നുണ്ട്. ഇത് ചില സമയങ്ങളിൽ വിശന്നാലും പോരാ, ഒരു ടാർഗറ്റ് ആദ്യം മനസ്സിലിട്ടിട്ടുണ്ടാവുക. എന്തായിരുന്നത് അല്ല, ഓൾക്ക് വിശക്കുക എന്നല്ല പറയണത്, വണ്ടി ചാർജ് ചെയ്യണ്ടേന്ന ചോദ്യം. വണ്ടി ചാർജ് ചെയ്യാൻ ലുലുവാണ് അവിടുന്ന് ഞങ്ങൾ എപ്പോഴും പോവാം. അപ്പം അങ്ങനെയാണ്. വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ എന്തായി കഴിഞ്ഞാലും അവൾക്ക് ലുലുവിൻ്റെ അവിടെ പോയിട്ട് വണ്ടി ചാർജ് ചെയ്യലൊന്നുമല്ല മെയിൻ ഉദ്ദേശം. അവിടെ ഒരു ഇഷ്ടപ്പെട്ട ഫുഡുണ്ട്. അതിപ്പോൾ ആ ഭാഗത്തു കൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു നേരം, അത് ബാക്കിയുള്ള നേരമൊക്കെ പട്ടിണിയാണെങ്കിലും ശരി അതിനെ പോകുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴിക്കാൻ തോന്നും. അതിപ്പോൾ ആരെയും കുറ്റമായിട്ട് കാര്യമില്ല. എന്നെ തന്നെ പറഞ്ഞത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ ഗ്രില്ലും ഫിഷും ഇതും കൂടുതൽ മേടിച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മളെ നാട്ടിൽ ഗൾഫിൽ കിട്ടുന്ന ഒരു രീതിയിലുള്ള ഫിഷ് ഇവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് അല്ലേ, നമുക്ക് ഗ്രില്ലും കിട്ടില്ല. ഷിബാസൊക്കെ തിന്നു കഴിഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് പോന്നിട്ട് ആകെ മിസ് ചെയ്യുന്ന ഒരു കാര്യം മെയിനായിട്ടുള്ള അതാണ്. പിന്നെ ഈ റോഡും ഉണ്ട് കേട്ടോ, ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഏത് ഗൾഫിലത്തെ റോഡ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ കിട്ടാറുള്ളൂ. അതെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയോ? അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിയ പോലെ തോന്നില്ല. അതൊന്നുമല്ല കേട്ടോ. ഇത് ഇപ്പോൾ കയറിയ പോലത്തെ റോഡുകളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അത് മാത്രം എടുത്തിട്ടൊരു കാര്യമില്ലല്ലോ. കാരണം അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പറയാണ്ട്, അല്ലെങ്കിൽ ഞാൻ അധികം കുറ്റം പറയുന്ന ആളാണെന്ന് എല്ലാവരും പറയുകൊണ്ടാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പറയണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ആരോട് പറയാൻ, ആര് കേൾക്കാം? നമ്മളെടുക്കണ പണി മര്യാദയ്ക്ക് എടുക്കാൻ നോക്കുക എന്നല്ലാണ്ട് ഇവരെ നന്നാക്കൽ എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഇൻഫോ പാർക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡല്ലേ ഇത്? ഇവിടെ മുതൽ അങ്ങോട്ട് കുറച്ച് ദൂരം സൂപ്പറാണ്. അത് ടൗണായി തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി നന്നാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ടി വിയിൽ നമ്മൾ NH-66 പരസ്യം കാണുമ്പോൾ വിചാരിക്കുക അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കന്യാകുമാരി വരെ ഇത് കഴിഞ്ഞ് കിടക്കുകയാണെന്ന്. ഈ ഒരു പേടിയും പേടിക്കേണ്ട നമുക്ക് എൻ്റെ ഈ ജന്മത്തിൽ നടക്കുന്നു തോന്നുന്നില്ല. വേണമെങ്കിൽ ലച്ചുവിനും കുഞ്ഞാവയ്ക്കും ഒക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വിചാരിക്കുക. കാരണം ഇവർ ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോസിലിടുന്നത്. ഇപ്പോൾ കാസർഗോഡ് വരെ പോയിട്ടില്ല. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പിന്നെ എനിക്കറിയണ അതേപോലെ ഞാൻ ആകെ അറിയണ 2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒന്ന് നമ്മളെ KSRTCയിലെ ഡ്രൈവർമാരും അതേപോലെ ലോറി ഡ്രൈവർമാരും. പിന്നെ ഒരു അഭിപ്രായത്തിൽ ഇവരാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലോങ് ഡ്രൈവ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും വ്യത്യസ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC ഡ്രൈവർക്ക് സ്ഥിരം ഏകദേശം ഒരു റൂട്ടായിരിക്കും. ലോറി ഡ്രൈവർമാർക്ക് പിന്നെയും റെയർ റൂട്ടേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പോണ പോലെ
പല പല പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറിയ റോഡ് കണ്ടാൽ ചെറിയ റോഡിന് കയറി പോവാം, പിന്നെ നമുക്ക് നമ്മളിഷ്ടമുള്ള വഴിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ കണ്ട എല്ലാ ചെറിയ റോഡുകളും കൂടിയും നമ്മൾ പരീക്ഷണമാണ് മെയിനായിട്ട് നടത്തുക. കാരണം ഈ റോഡിനേക്കാളും മെച്ചം ആ റോഡാ വെച്ചിട്ടാവും പോവുക. പക്ഷേ അതിനും വലിയ അടിയാണ് ഞങ്ങൾക്ക് ഉണ്ടാവാറ്. ഇനി ഞാനൊരു വീഡിയോ കൂടി ഇടണം തോന്നുന്നുണ്ട്. കേരളത്തിലെ ഈ NH ആ തല മുതൽ ഈ തല വരെ എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ ഇടേണ്ടി വരും. കാരണം ഈ ഒരു സ്ഥലത്ത് ഈ സാധനം പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടുത്തൊന്നും പണി കഴിയുന്നോട്ട് വിചാരിക്കണമില്ല. കുറച്ച് എവിടെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ണൂർ പോണ വഴിക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 വീഡിയോസ് മാത്രം ഈ റീൽസിൽ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എന്ന് തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടതിൻ്റെ കുറച്ച് മുന്നുള്ളത് 1.5 വർഷം മുന്നേ നമ്മൾ ചെല്ലുമ്പോൾ സെയിം പില്ലറിട്ട് നിൽക്കുക. ഇന്നും അതേ പില്ലറിലാണ്. ഇത് എന്നാണ് പിന്നെ തീരാ പോണത്? ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മഹാമാരി ഉണ്ടായിട്ടില്ല, ഒരു വർക്കും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അതൊന്നും പണി നടന്നിക്കാത്തത്? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഓൾറെഡി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്, പിന്നെ എന്തായാലും നടക്കേണ്ടതല്ലേ. ഇതിപ്പോൾ ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുവിധം എല്ലാവരും അനുഭവിക്കണേ തന്നെയാണ്. പക്ഷേ ആരോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പറയണില്ല എന്ന് മാത്രം. നമുക്ക് വേറെ ഇതിൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുകയും ചെയ്യാലാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ ഇനി ഇതിനാരെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ അവർക്ക് 2 കമൻറ്റേലും കൊടുക്കുക. ആ രീതിയിൽ ഇങ്ങനെ കുറേയൊക്കെ വീഡിയോ എടുത്തെങ്കിലും ഇത്ര ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒന്നൊന്നും കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തത്. ഇതിലിട്ടതിന് ശേഷമാണ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനല്ലാതെ. ഇനി ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഒരു 4-5 മിനിറ്റാണ് ശരിക്കും നമ്മൾക്ക് ഒരു പ്രവാസ ജീവിതത്തിനെ കുറിച്ചിട്ടൊരു ഓർമ്മ വരുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡ് മുതലേ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 2 വരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വലിയ നല്ല ബിൽഡിങ്സ്, അതേപോലെ റൈറ്റ് സൈഡിലൊരു ലുലു, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും വരണമെന്നാണ് ആഗ്രഹം. നല്ല റോഡുകളും നല്ല മാളുകളും. ഞാൻ സാധാരണ ഈ റോഡിന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു പുഴ ഉണ്ട്. ആ പുഴേൻ്റെ അപ്പുറത്തേക്ക് പിള്ളേരോട് നോക്കാൻ പറയും. പുഴയിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ ലുലു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ ലുലുവിലും കയറിയിട്ടുണ്ടോ? പക്ഷെ അവർക്കൊന്നും വേണ്ട. പക്ഷെ നല്ല ലുലു കണ്ട അവർക്ക് അതിൽ കയറണം. അതാണ് ഏറ്റവും വലിയൊരു ഇടങ്ങേറ്. അതെ, പർച്ചേസ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും അങ്ങനെ മേടിക്കാൻ തോന്നാറില്ല. അങ്ങനെയല്ല, ഞാൻ കൂടുതൽ ഓൺലൈൻ പർച്ചേസിന്റെ ആളാണ്. കയറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ ഓരോ ആൾക്കാരോട് ഓരോ ടൈം പറഞ്ഞ് ഇന്ന സമയത്ത് വരാനുണ്ടാവും പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലുലു മാൾ കാണുമ്പോൾ അവർ കയറണം എന്ന് പറയുകൊണ്ടോ കയറ്റാത്തത്. ഫ്രീ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വിടലാണ്. എന്താ വെച്ചാൽ കാട്ടിക്കോ പറഞ്ഞിട്ട്. ഈ കുട്ടികളെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കുട്ടികൾ എന്താ ചെയ്യല്? അതായത് കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഞങ്ങൾക്ക് 2 പിള്ളേരാണ്. അവരെ പിന്നെ ഇതിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോയിൽ അവർ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളൊന്നല്ല, ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 5ാം ക്ലാസ്സിലുമാണ്. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള വലിപ്പം അവരായിരുന്നു. അവരുടെ പേരാണ് ലയന. ഒരാൾ ലയ, അതേപോലെ അടുത്ത ആള് ലെന. എല്ലാരും വിചാരിക്കണം എന്റെ പേരാണ് ലെന എന്നാ. അത് ആരും ചെയ്യില്ലല്ലോ, ചെയ്യില്ല എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ ഒരു അധിക ഭർത്താക്കന്മാരൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ആരെങ്കിലും ഇടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഭാര്യയുടെ പേരൊക്കെ ഇട്ടിട്ട്. കാരണം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടു നടക്കണ പോലെ ആൾക്കാർക്ക് എങ്ങനെയും ഭാര്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലതായതുകൊണ്ട് മനോട്ട് ഇങ്ങനെ എന്നെ കൊണ്ട് നടക്കണം. എത്ര ആയി കഴിഞ്ഞാലും ഇത് കാണുന്ന ആൾക്കാർക്ക് അവരെ കൊണ്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് അതായത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് കുറച്ചേലൊരു സമയം കിട്ടുക, അതിലുണ്ട് കോള്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൈറ്റിൽ പോകുമ്പോൾ ഉണ്ട്, വീട്ടിൽ വന്നുണ്ട്, എങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസത്തിലൊരു 10 മിനിറ്റും കൂടി ആകെ ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് 2 ആൾ സെപ്പറേറ്റ് പോകണതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും സമയം ഒരുമിച്ചിട്ടാണ്. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് വിരുന്ന് പോകാനും പറ്റില്ല കേട്ടോ. എൻ്റെ പാരൻസും മനോന്റെ പാരൻസും ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ്. അതും ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഇതായിട്ട് പറയലുണ്ട്. സത്യം പറഞ്ഞാൽ അവനാനും വിചാരിച്ച നടക്കാവുന്ന കേസേ ഉള്ളൂ. ഇതിപ്പോൾ ഈ സന്തോഷം ആരുണ്ടാക്കേണ്ടത്? അവനാനല്ല ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഭാര്യേൻ്റെ കൂടെ നടക്കണോ ഭാര്യേൻ്റെ കൂടെ നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഭർത്താവായ ഞാനാണ്. അതായത് ബാക്കിയുള്ള ആൾക്കാർ ഭാര്യേനെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അവർ മാറി നിൽക്കുമ്പോഴാണ് ഇവർ ഹാപ്പിനെസ് ആവണമെന്ന് പറയണത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ചില ഭാര്യമാർ അങ്ങനെ ഉണ്ടാവും കേട്ടോ, ഫുൾ ഇറിറ്റേഷനും അല്ലേ, തലവേദനയൊക്കെ ഉള്ള ഭാര്യമാരുണ്ടാവില്ലേ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നറിയണ എൻ്റെ ഫ്രണ്ട്സും അതേപോലെ ഒരുവിധ ആൾക്കാരൊക്കെ പറയും അമ്മൂനെ സമ്മതിക്കണം. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഒരാളെ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭാര്യമാരെ അവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത്
എന്നിട്ട് ഇന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർക്കൊരു 100 തുണക്കാരും ഉണ്ടാവും. അവരോട്ട് വീട്ടിൽ ഇരിക്കൂല. ഭാര്യേനായിട്ട് അതായത് എങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് തുണക്കാരുണ്ടാവും. ഭാര്യ എങ്ങനെയൊന്നും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊട്ട് സമയം ഉണ്ടാവില്ല. മനോട്ടം പിന്നെ പണ്ടൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ബുദ്ധിയില്ലാത്ത സമയത്ത്, അതായത് ഒരു മനുഷ്യൻ ജനിച്ച് വളർന്നാൽ ജീവിച്ച് വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഒരു പക്വത വരിക, അങ്ങനെ സത്യം പറഞ്ഞ ഒരു മനുഷ്യന് പക്വത വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നത് ഒരു 35 വയസ്സായപ്പോഴാണ്. ഇല്ല, സത്യം പറയണത്. അതായത് ഒരു പക്വത വരണമെങ്കിൽ മിനിമം അത്ര വയസ്സേലും ആവണം. അതിൻ്റെ മുന്നേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടീൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാലും ഒരാൾ മരിക്കില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി നിൽക്കും. അതാണ് അന്നത്തെ ഒരു സ്വഭാവം. അപ്പോൾ ആ സമയത്തേക്ക് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഒരു 5-6 വർഷമായിട്ട് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയും പോകാറില്ല. കുട്ടികൾ ഞങ്ങൾ എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് വേറെയും കാരണമുണ്ട്. പണവും പൈസയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് തുണക്കാരും ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രണ്ട്സും ഇഷ്ടം പോലെ. അതായത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് എനിക്ക് തന്നെ 8ൻ്റെ പണിയായിരുന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫുഡ് കേട്ടോ. ഇത് ലുലു മാളിൽ ഒരുവിധം എല്ലാ ലുലു മാളിലും ഉണ്ടാവും. കോട്ടയത്ത് കണ്ടില്ല, കുറച്ച് മിക്ക ലുലു മാളിലും ഉണ്ടാവും. പിന്നെ ഇതിൻ്റേതായിട്ട് വേറെ മാളുകളിലും ഇത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ പേര് ബാർബിക്യൂ നാഷൻ എന്നാണ്. ഇത് ബൊഫെ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും പിള്ളേരെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്താ വേണ്ടത്, KFC വേണം, പിസ്സ വേണം, അല്ലെങ്കിൽ മന്തി വേണം. അങ്ങനത്തെ ഒക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1000 രൂപയല്ലേ വരുന്നത്, 1040 രൂപ. 1040 രൂപയ്ക്ക് ഏകദേശം നമ്മളൊരു, അതായത് നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുക അത്രയും കഴിക്കാം. അത് ഇഷ്ടമുള്ള വിഭവങ്ങൾ കഴിക്കാം. അതേപോലെ തന്നെ ഗ്രില്ലഡ് ഫിഷോ അത് ചിക്കനോ എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. നോർമൽ റൈസ് ഒരുപാട് ഫുഡ് വേറെ ഉണ്ട്. പിന്നെ ഗ്രിൽഡ് ആയിട്ട് പ്രോൺസ്, ഫിഷ്, ചിക്കൻ, ഒരുപാട് ഐറ്റംസ്. ചില ആൾക്കാർ ഇപ്പോഴും ഇതറിയാണ്ട് ലുലുവിൽ വന്നിരുന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പലതും പല കടയിൽ നിന്നായിട്ട് മേടിച്ച് കഴിക്കുന്നുണ്ടാവും. അവർക്കും ബില്ല് ഏകദേശം ഇതിന്റെ എബോ ആയിരിക്കും പോവുക. ആദ്യം ഞങ്ങൾ ഇത് വീഡിയോ എടുക്കും, ഞങ്ങൾ ഫുഡിന്റെ ഒന്നും വീഡിയോ എടുക്കാറില്ലല്ലോ, അപ്പോൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാ മനോടിനോട് പറഞ്ഞത്, കാരണം കുറച്ച് പേർക്ക് ഇതിൽ കയറണം എന്നുണ്ടാവും. പക്ഷെ ഇതെന്താണ്, ഇതിലെങ്ങനെ പൈസ വരാമെന്ന് അറിയാത്തതുകൊണ്ടും എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടും ചെയ്യാതിരിക്കും. അതിൽ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഗ്രില്ലില്ലാത്തതുണ്ട്. അത് അങ്ങനെ ആകുമ്പോൾ ഒരു 700-750 രൂപയുള്ളൂ വരുന്നുള്ളൂ. ഗ്രില്ലുണ്ടെന്നുണ്ടെങ്കിലാണ് 1042 രൂപ. പക്ഷേ ഗ്രില്ലുള്ളത് എല്ലാ ആൾക്കാരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു KFC കഴിക്കാൻ തന്നെ ഇപ്പോൾ ഒരാൾ സിംഗിൾ മീൽ കഴിക്കുകയാണെങ്കിൽ തന്നെ 400-500 രൂപ വരുന്നില്ലേ. അതിലാകെ 4-5 പീസ് ഒരു പെപ്സി ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ള നിറച്ച് കഴിക്കാം. സ്റ്റാഫിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ മതി എന്ന് പറഞ്ഞാൽ പോലും അവര് നിർത്തില്ല കേട്ടോ. നമ്മുടെ മാക്സിമം നമ്മുടെ വയറ് ഫുള്ളാക്കി കഴിഞ്ഞാലും അവര് സമ്മതിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മാറ്റി വെച്ചത് വേറെ എടുത്തിട്ട് വരട്ടെ, ഇത് ടേസ്റ്റ് ഇല്ലാണ്ടാണോ എന്ന് പറഞ്ഞിട്ട്. അത് സാധാരണ ഒരവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കില്ല, റൈസ് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ആകെ ഫിഷ് ഗ്രില്ല് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റേറ്റ് നല്ലൊരു റീസണബിൾ. നമ്മൾ നല്ല ചെമ്മീൻ മേടിച്ച് വീട്ടുണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പൈസേനേക്കാളും കൂടുതൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കും. ഹെൽത്തി ആണല്ലോ. കാരണം നമ്മൾ കുറേ വാരി വലിച്ച് കഴിച്ചു വെച്ചിട്ട് അത് അൺഹെൽത്തി ഫുഡല്ല. എല്ലാം ഗ്രില്ല് ചെയ്ത് കൊണ്ടുതന്നെ എല്ലാം ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്തോളുണ്ട്. മറ്റവരെ ഗേറ്റും സെറ്റപ്പൊക്കെ കാണുമ്പോൾ അറിയാവുന്ന ആൾക്കാർക്ക് സിമ്പിളാണ്. ചില ആൾക്കാരത് കാണുമ്പോൾ പേടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ധൈര്യമായിട്ട് കയറി ലുലു ഇപ്പോൾ എല്ലാവരും പോണതാണ്. അതുകൊണ്ട് ലുലുവിന് പോണ ആൾക്കാരൊക്കെ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്തോളുണ്ട്. ഒരു 1040 രൂപ ഒരാൾക്കുള്ളൂ. 2 ആളൊക്കെ ഉണ്ടെങ്കിൽ കയറി കേട്ടോ. ഫാമിലി മൊത്തം പോയിട്ടൊന്നും കയറാൻ നിൽക്കണ്ടാവും. 10-15 റുപ്യൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരെയും കൂടി കൊണ്ടുവരാം. പിന്നെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ കയറുകയാണെങ്കിൽ സുഖമാണ്. 4 മണി വരെ അതുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ലുലുവിൻ്റെ ഇടയ്ക്കൊരു ചാർജിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും കോട്ടയം എത്തിയിരിക്കുകയാണ്. കോട്ടയം പൊൻകുന്നത്തുള്ള ഇതിൻ്റെ പേരെന്തായിരുന്നടി? ആർട്ട് കഫേ അല്ലേ? എന്തായി കഴിഞ്ഞാലും ചെറിയൊരു പ്രേതാലയാണ്. ഞങ്ങൾ നിൽക്കുന്ന സമയം ഏകദേശം സെയിമാണ്. പിന്നെ പ്രേതത്തിലും ദൈവത്തിലും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ രണ്ടിനെയും പേടിയില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ എൻ്റെ കൂടെ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞ് അതിലും വലിയൊരു പ്രേതവും ബാധയൊന്നും ജീവിതത്തിൽ വേറെ ഒന്നും വരാനും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പേടിക്കേണ്ട സാധനം എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞു വന്ന ഫ്ലോ ഒന്നും പോകണ്ട കേട്ടോ. അതായത് മറ്റേ രാവിലെ അങ്ങനെ ആ സൈറ്റ് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് നടക്കണതല്ലേ. ഒറ്റ ദിവസം നടക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ സമയം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഊതിമൂടുന്ന് നമ്മൾ രാവിലെ ചാർജ് ചെയ്തിട്ട് ചാർജ് സ്റ്റേഷനിൽ കടന്നുറങ്ങിയിട്ടാണ് രാത്രി തിരിച്ചത്. രാവിലെ നമ്മളെവിടെ എത്തി?
തിരുവനന്തപുരം എത്തി. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ സതീഷേട്ടൻ്റെ വീട് പോയി. അവിടുന്ന് വീണ്ടും തിരിച്ച് ലുലുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ കോട്ടയം പൊൻകുന്നത്തെത്തി. രാത്രിയാണ് ചാർജ് ചെയ്തത്, കാരണം അന്ന് മഴ കാരണം അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള പോക്കാണ് ഒരു പോക്ക് വരണത്. ഇത് കണ്ടില്ല ഞങ്ങൾ കോട. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊൻകുന്നത്ത് നിൽക്കാൻ നോക്കിയതാണ്. ആ സമയത്ത് നല്ല ലേറ്റ് ആയിരുന്നു, അതായത് ഒരു 12-1 മണിയായി ഞങ്ങൾ ചാർജിങ് കഴിഞ്ഞപ്പോൾ. ആ സമയത്ത് അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഉണ്ടായത് നമ്മളൊരു 10-11 മണിക്ക് എത്തി. പക്ഷെ മിക്ക ചാർജിങ് സ്റ്റേഷനിലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഓൾറെഡി ഒരു ചാർജ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 2:30-3 മണിയായി. ആ സമയത്ത് പിന്നെ മേത്തി സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ കട്ടപ്പനയ്ക്ക് വെച്ച് പിടിച്ചത്. ഇതാണ് സ്ഥലം. ഇത് നല്ല ഞാൻ എപ്പോൾ വരുമ്പോഴും ഈ സ്ഥലത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞോടക്ക് കുട്ടിക്കാനം. കുട്ടിക്കാനം. പണ്ട് തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. എപ്പോഴും കോട ഇറങ്ങി നല്ല നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴാണ് ഇത്രയും വൈബുള്ള റൂട്ടിൽ കൂടെയാണല്ലോ പോയിരുന്നു എന്നുള്ളതടക്കം മനസ്സിലായത്. കാരണം നല്ല കോടയായിരുന്നു, നല്ല മഴയും, ഒത്തിരി ടാസ്ക് ആയിരുന്നു പോണത്. പിന്നെ ആ സമയമായത് കാരണം കൊണ്ട് ഒരു വണ്ടി ഓപ്പോസിറ്റും ഉണ്ടായിരുന്നില്ല, നമുക്കൊന്ന് ഫോളോ ചെയ്ത് പോകാനായിട്ട് വേറൊരു വണ്ടി നമ്മളെ മുന്നിലും ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡ് സൂപ്പർ റോഡാണ്, അതുകൊണ്ട് അടിപൊളിയായിട്ട് പോയി. അതായത് നമ്മളെ ഇടുക്കി ഡാമിൽ നിന്ന് വരുകി വരുന്ന സ്ഥലം ചപ്പാത്തൊക്കെ അല്ലേ, അതൊന്നും ഞാൻ രാത്രി പാസ് ചെയ്തത് അറിഞ്ഞിട്ടും കൂടിയില്ല. കാരണം ഒന്നും കണ്ടിട്ടില്ല, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു പോയിരുന്നതോ ഇവിടെ ഇത്രയും ഹൈ റേഞ്ച് ആണെങ്കിലും ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴാണ് അവിടെ ആന ഇറങ്ങി രാഷ്ട്രീയക്കാരൊക്കെ ഉപരോധിക്കുന്നുണ്ട് റോഡ് എന്നൊക്കെ കണ്ടത്. ഞാനപ്പോൾ ആനയിൽ എന്ത് വന്നു കഴിഞ്ഞാലും കാണില്ല കേട്ടോ, സത്യം പറയാം. അത്രയും കോടയും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എവിടെ നിൽക്കുക, സ്റ്റേ ചെയ്യാൻ പിന്നെ നിൽക്കാനൊരു സ്ഥലമില്ല. കാരണം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത് മാത്രമല്ല, കോട്ടയത്ത് പൊൻകുന്നത്ത് തന്നെ നല്ലൊരു ഹോട്ടലിലോ ഒരു സാധനം കണ്ടില്ലല്ലോ. പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോരണം. മാത്യു സാറ് അങ്ങോട്ട് പോരണം. അതിനേക്കാളും നല്ല പിന്നെ അവിടെ പോവല്ലേ. ഈ ഹോട്ടലിലാണ്. അതല്ല അതിന്റെ വിറ്റ്, നമ്മൾ അതിന്റെ അപ്പുറത്തെ ഹോട്ടലിലാണ് ശരിക്കും ചെക്ക് ചെയ്യാൻ പോയത്. അതിന്റെ പേരെന്തായിരുന്നു? ആ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വലിയൊരു ഹോട്ടലിന് അടിക്കുമ്പോൾ തന്നെ അതാണ് ഫസ്റ്റ് വന്നത്. അതിന്റെ കോമഡി എന്താ വെച്ചാല്, ഞങ്ങൾ അവിടെ ഹോട്ടലിൽ എത്തിയപ്പോൾ രാവിലെ 5 മണി അല്ലേ, 5:30 മണി. 5:30 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് അവർ പറയാണ് ചെക്ക് ഔട്ട് 12 മണിക്കാണെന്ന്. സംഭവമൊക്കെ ശരിയാണ്, നമുക്ക് റൂൾസ് എല്ലായിടത്തും അങ്ങനെയാണ്, അതൊക്കെ അറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ 2 മണിക്കൂർ നേരത്തിന് എന്തിനാ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യം? കാരണം നമ്മളപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് അപ്പം തന്നെ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു ഹോട്ടലിൽ എടുത്തത്. ഈ ഹോട്ടൽ നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. അപ്പോൾ ചെക്കിങ് ഞങ്ങൾ രാവിലെ 5:30 ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 10-11 മണി വരെ ഞങ്ങൾക്ക് അതൊരു മാന്യത. അല്ലാണ്ട് അവർക്ക് ഈ കുറച്ച് സമയം കൊണ്ട് ഈ 5-6 മണിക്കൂർ ഞങ്ങൾ അവിടെ കിടക്കണം, അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതും ആജാതി മഴയത് കട്ടപ്പനയിലുള്ള ആൾക്കാരെന്നെ പുറത്തേക്ക് ഇറങ്ങണില്ല, പിന്നെയാണ് അവിടെ ടൂറിസ്റ്റ് വരുന്നത്. അതേപോലെ മഴയും അതേപോലെ തണുപ്പും സഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. അന്ന് എത്ര 17 ഡിഗ്രി ആയിരുന്നു പുറത്ത്. എന്നിട്ട് അമ്മ ഫോൺ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് AC റൂം വേണമെന്ന് പറഞ്ഞു. ആ AC റൂം അടുത്തിരിക്കും. പുറത്ത് 17 എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളിൽ എത്രയായിരുന്നു, പിന്നെ എന്തിനായിരുന്നു AC എന്ന് മനസ്സിലായില്ല. എന്തായാലും അമ്മ അവിടുത്തെ സ്റ്റാഫായി മാറിയിട്ടുണ്ട്. എഗ്രിമെന്റ് ഒക്കെ അവിടെ നിന്ന് തന്നെ പ്രിന്റ് എടുക്കലും. നല്ല പയ്യനായിരുന്നു അല്ലേ. അവൻ നല്ലതായിരുന്നു. അവനെ കൊണ്ട് ഞങ്ങളുടെ ചാനലും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ കട്ടപ്പനത്തെ ഒരു അസിസ്റ്റന്റ് ആക്കിയിട്ട് പോലെ വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ വരുമ്പോ ഇനിയും വിളിക്കണം. അതല്ല, നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ കണക്ഷനുകൾ ആവശ്യമാണ്. കാരണം ഇനിയിപ്പോ നമ്മൾ പോണത് നമ്മളെ കട്ടപ്പനയിലുള്ള സൈറ്റിലേക്കാണ് പോണത്. പ്രോപ്പർ വരുന്നത് എരട്ടിയാറിനാണ്. എരട്ടിയാർ ഒരു ഡാമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കൂടുതലായിട്ട് ഇനി നമ്മളവിടെ പണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് എന്തായി കഴിഞ്ഞാലും കട്ടപ്പന സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. എന്താ ഞാൻ പറയാം, നമ്മളാകെ കട്ടപ്പനയിലെ അത് മാത്രമേ ഉള്ളൂ എനിക്ക് കട്ടപ്പനയെ കുറിച്ച് അറിയാൻ. അല്ല, നമ്മൾ കട്ടപ്പനയിൽ കൂടെ ഇതിന്റെ മുന്നിൽ പോയിട്ടുണ്ട്. അതായത് നമ്മൾ വാഗമണിക്ക് പോകുമ്പോഴും അതിന് പോകുമ്പോഴൊക്കെ ജിബിന്റെ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരിക്കും. അത് തന്നെ അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വളയാറ് വഴി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്ര പക്ഷേ ഈ റോഡിന് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. ഏത് പൊൻകുന്നം റോഡിന് ആദ്യമായിട്ടാണ് പോണത്. മറ്റേത് നമ്മൾ വേറെ റൂട്ടിലൂടെ പോകുമ്പോൾ ഈ ഒരു വൈബല്ല കിട്ടാറ്. വാഗമൺ വഴി വേറെ റൂട്ടിന് പോകുമ്പോൾ ഈ ഒരു വൈബല്ല കിട്ടല്.
ഇടുക്കിയിലിപ്പോൾ നമുക്ക് 2 പ്രൊജക്റ്റായി. ഒന്ന് മൂന്നാർ മാങ്കുളത്തൊരു പ്രൊജക്റ്റും അതേപോലെ കട്ടപ്പനയിലുള്ള പ്രൊജക്റ്റും. അങ്ങനെ ടോട്ടൽ 2 പ്രൊജക്റ്റ് ഇപ്പോൾ നമുക്കായി. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളും ഇപ്പോൾ ഏകദേശം കവർ ചെയ്ത് വന്നു നമ്മൾ. ഇനി കൊല്ലം കാസർഗോഡ് ഉണ്ട് കേട്ടോ. കാസർഗോഡ് മാത്രമേ ഉള്ളൂ കവർ ചെയ്യാൻ. നമ്മൾ ടാർഗറ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടാണ്. ഞാൻ അവിടെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം കേരളത്തിൽ 14 ജില്ലകളിലും കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ പുറത്ത് നമ്മളൊരു ജില്ലയിൽ ഒരു സംസ്ഥാനത്ത് ബാംഗ്ലൂർ ചെയ്തു. പിന്നെ ഇഷ്ടം പോലെ ഓഫർ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് പ്രൊജക്റ്റിനായിട്ട്. ഞാൻ ഒഴിവാക്കുകയാണ് ഈ ട്രാവലിനെ നിങ്ങൾ കണ്ടില്ലേ. വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ചിലവര് പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൈസ അവർക്ക് എക്സ്പെൻസ് ആയി. കാരണം ഈ സ്ഥലം കടക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു ഈ സ്ഥലത്തിൽ ഇത്ര പാറ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവർ സ്ഥലം മേടിച്ചു, പ്ലോട്ട് ലെവൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ കാണുന്ന സ്ഥലം മൊത്തം പാറയാണ്. ആ പാറ പൊട്ടിച്ച കല്ലുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ അവിടുന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ അവിടുത്തെ പ്രത്യേകതകളാണ്. എല്ലാവരും പറയും നല്ല കട്ടപ്പന ഇടുക്കി നല്ല മലമ്പ്രദേശമല്ലേ, കല്ല് ഇഷ്ടം പോലെ കിട്ടും, അല്ലെങ്കിൽ എംസാൻ്റെ മറ്റില്ല കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ക്ലൈന്റ്, ആളുടെ മോനാണിത്. അവനൊരു തണുപ്പില്ല കേട്ടോ. ഞങ്ങളൊക്കെ വരച്ചിട്ടാ നിൽക്കണം. അവൻ അവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അതുകൊണ്ട് അവനവിടെ സിമ്പിളായിട്ട് നിൽക്കണം. നമ്മൾ തണുത്ത് വരച്ച് നിൽക്കണം. ഞാനൊക്കെ നല്ല വരച്ചായിരുന്നു, കാരണം നല്ല മഴയല്ലേ. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കല്ല് എംസാൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലേ ഈ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഈ റോഡ് പണിക്ക് മാത്രമായിട്ട് പൊട്ടിച്ചിട്ടാണ്, അല്ലാണ്ട് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടങ്ങളിൽ ഇടുക്കി ഇതേപോലത്തെ പ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ റേറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്താറുണ്ട്. 100 രൂപ നമ്മൾ അധികം എടുക്കാറുണ്ട്. നമ്മുടെ ക്ലൈൻറ്റും സത്യം പറഞ്ഞാൽ ഈ ക്ലൈൻറ്റ് ഇങ്ങോട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ എംസാൻഡ് മെറ്റലും റേറ്റ് കൂടുതലാണ്, നിങ്ങൾക്ക് പറ്റില്ല ആ റേറ്റിന് ആൾ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ 1400 രൂപയ്ക്കാണ് നമ്മൾ റേറ്റിൽ വ്യത്യാസം വരുത്തുന്നത്. അങ്ങനെയാണ്. കാരണം എംസാൻഡ് മെറ്റലാണ് നമ്മളെ മെയിൻ റോ മെറ്റീരിയൽ. കമ്പി ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വണ്ടിയിൽ ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ പറ്റും. എംസാൻഡ് മെറ്റൽ അതായത് ലോക്കൽ സ്ഥലത്ത് നിർത്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ റേറ്റ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുതൽ കാണാൻ പോണ കാഴ്ചയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒന്നല്ല കേട്ടോ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളും വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, നിങ്ങളും ഇങ്ങനെ ആയിരിക്കില്ല കട്ടപ്പനയെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ, അത് തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇതെന്തായാലും ഒരു ചെറിയൊരു പാളിച്ചയിലേക്കുള്ള പോക്കാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ കരുനാക്കൊണ്ടൊന്നും സംഭവിക്കേണ്ട വെച്ചിട്ട് ഞാനൊന്നും മുണ്ടണില്ല. കാരണം അത്രയും വലിയൊരു പാടത്ത് അത്ര ചെറിയൊരു തോട് പോസിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം കണ്ടിട്ട് ഏകദേശം നല്ല വെള്ളം വരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ വല്ലാണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ റോഡിനെ നന്നായിട്ട് ബാധിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കരുനാക്ക് കേട്ടിട്ട് ഇപ്പം എന്തായാലും നല്ല സൂപ്പർ റോഡാണ്, ഞാൻ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യണ എൻജിനീയേഴ്സ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊക്കെ ഇവിടെ സുഖമായിട്ടൊരു ഒരു ബ്രിഡ്ജ് കൊടുത്ത് ഇത് കണക്റ്റ് ചെയ്യണ പോലെ തന്നെ ചെയ്യല്ലേ ഒന്നും കൂടി നല്ലത്. ഇപ്പം നമ്മളെ കൂരിയാട് ചെയ്തെന്തിയാണ് ഇപ്പോൾ ഇവരിത് ചെയ്തിരിക്കണത്. അത് നോക്കി നോക്കുക. അതായത് ശരിക്കും ഒരു പുഴേനെ ക്രോസ് അടിച്ചിട്ട് അതിൻ്റെ നടുക്കിലൊരു ചെറിയ തോട് വെച്ച പോലെ ചെയ്തിരിക്കുന്നത്. വല്ലാണ്ട് ഒന്നാമത് ഈ പ്രദേശത്തൊക്കെ ഫുള്ള് മലകളാണ്. വെള്ളക്കെട്ട് ഒരുപാട് ഇവിടെ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഡിനെ അത് ബാധിക്കും. നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ ഒരു ചൊറിച്ചിലും പറച്ചിലൊക്കെ വരും. ഇപ്പോൾ എൻ്റെ പണി കാണുമ്പോൾ ചില എൻജിനീയേഴ്സ്ക്ക് വരുന്നൊരു ചൊറിച്ചിലുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും എനിക്കും വരും. പക്ഷേ ഞാനതിങ്ങനെ കടിച്ചു പിടിച്ചാണ് നിൽക്കുക. അല്ലാണ്ട് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റവരെന്നെ കുറേ തെറി വിളിക്കും. നമുക്കിപ്പോൾ ഇത്ര ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു പില്ലേഴ്സിൽ ചെയ്യേണ്ട ഒരു ചെറിയൊരു ബ്രിഡ്ജാക്കി ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവരങ്ങനെ ചെയ്യാത്തത്. പ്രത്യേകിച്ച് കൃഷിയൊന്നും നടക്കാത്ത സ്ഥലം. സത്യം പറഞ്ഞത് ഇത് ഒരു പുഴയാണ് തോന്നുന്നുണ്ട് അല്ലേ, അല്ലാണ്ട് ഇത് കൃഷി സ്ഥലമല്ല. അത് കടപ്പ് കണ്ടിട്ട് അതൊരു പുഴയാണ്. അപ്പോൾ അതിന് എന്തായി കഴിഞ്ഞാലും നല്ലൊരു ബ്രിഡ്ജായിരുന്നു വേണ്ടത്. എന്തായി കഴിഞ്ഞാലും ഭാവിയിൽ നമുക്ക് നോക്കാം. നമ്മൾ ഇനി അവിടെ പോണതല്ലേ, അപ്പോൾ നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ ചെറിയ തോട് കൈവരി പോലെ പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതുപോലെ അങ്ങോട്ട് വരേണ്ട ഒരു അവസരം വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ സംഭവിക്കുക കേട്ടോ. ഇത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത്യാവശ്യം നല്ല സൂപ്പർ നല്ല ഫോഴ്സ് തന്നെയാണ് വരുന്നത്. അന്നത്തെ സമയങ്ങളിൽ ഡാം തുറന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. അത്യാവശ്യം മഴവെള്ളമാണ് ഈ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയ ചപ്പാത്തല്ലേ, ആ ചപ്പാത്തൊക്കെ ഫുൾ കവറായിട്ടാണ് വരിക. ഇടുക്കി ഡാം തുറക്കുന്ന സമയത്ത് എന്തായാലും ടി വിക്കാർ അവിടെ തന്നെ പോലും. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ വന്നൊന്നും മഴയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്ത് അന്നാണ് ഒരു വെയിൽ വന്നിരിക്കണം അവിടെ. അന്ന് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഇടില്ലല്ലോ. അന്ന് മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാം. അതിന് തലേ ദിവസമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. നല്ല മഴയായിരുന്നു.
ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ബോറടി ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. കാരണം ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് നമ്മൾക്കിങ്ങനെ നാടും കാര്യങ്ങളൊക്കെ കാരണം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് അന്ന് ആരെങ്കിലും ഒരാൾ എന്താ ഇവനൊന്നും അതിൽ പൊയ്ക്കൂടെ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ഇതാണ് ചപ്പാത്ത്. അതായത് ആ പ്രളയ സമയത്ത് ഈ നിൽക്കണ മൂലക്കിലൊക്കെ എത്ര ടി വി ന്യൂസിൻ്റെ ആൾക്കാരെ നിന്നിരുന്നെന്ന് അറിയാം. കാരണം എപ്പോഴാണ് ഡാം തുറക്കുക, എപ്പോഴത് വെള്ളത്തിൽ മുങ്ങുമെന്ന് ആലോചിച്ചിട്ട് ആ ഫുൾ ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ അന്ന് അത് കണ്ടപ്പോൾ ഇവിടെ ഇത്ര നല്ല പ്രകൃതിയായിട്ടുള്ള സ്ഥലപ്പുറത്തുണ്ടെന്നുള്ള അവർ കാണിച്ചു തന്നില്ല. അവർ ആകെ ഈ ചപ്പാത്ത് എന്ന് പറഞ്ഞിട്ട് ഏത് ടി വി വെച്ച് കഴിഞ്ഞാലും ചപ്പാത്തിയായിരുന്നു. എന്നാൽ അങ്ങനെ സ്ഥിതിക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിയൊക്കെ വിചാരിച്ചു ഇനി ചപ്പാത്തിലെ പാലൊക്കെ എന്താ ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ടൗണാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പഴയ പാലത്തിൻ്റെ മുകളിലാണ് ഇത്ര ഇപ്പോൾ പുതിയ പാലം പണിതിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വീണ്ടും ഡാം തുറന്നപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കൈവരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിന് മുകളിൽ കൂടി വെള്ളം വരും എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ നോർമൽ ഡാം തുറക്കാത്ത സമയത്ത് ഇത്രയും വെള്ളം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അന്നത്തെ പ്രളയത്തിൻ്റെ സമയത്ത് ഈ പാലം ഒലിച്ചു പോകണതൊക്കെ ഞാനും ലൈവിൽ കണ്ടിരുന്നു. അന്ന് ചെറിയൊരു പാലമായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം പാലൊക്കെ നല്ല വലുപ്പമുണ്ട്. നമ്മൾ ആ കോർണറിൽ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ്സൊക്കെ അന്ന് 2018 ഈ മൂലക്കിൽ ഏതൊക്കെ ബിൽഡിങ് ഒലിച്ചു പോകുന്നത് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. കാരണം അന്ന് ഡാമിൽ വെള്ളം ഒന്നായിട്ട് തുറന്നു വിട്ട സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളായിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ അമ്മൂനെ പേടിപ്പെടുത്താൻ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം അവളോട്. കാരണം ഇപ്പോൾ നിന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ അതിലേക്ക് ചാടിയ എന്താ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു കൊച്ചി വരെ എത്തുന്നത് പറഞ്ഞു. അതായത് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സൈറ്റിൽ പോയി കയറാം. അതാണ് എൻ്റെ ആകെയുള്ളൊരു ധൈര്യം. വല്ലാണ്ട് തലേ കയറുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുഴേൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്നര കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പെരുമ്പാവൂർ ഒരു പാലമുണ്ട്, എന്താ അതിൻ്റെ പേര്, കുലുങ്ങുംപാലം. 24 മണിക്കൂറും ട്രാഫിക്കുള്ള പെരുമ്പാവൂർ കൂടി പോകുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും. ആ പാലം ഭയങ്കര കുലുക്കുക. അപ്പോൾ അമ്മൂന് ആ പാലം കഴിയോളം പേടിയാണ്. കാരണം അത് പൊട്ടിച്ചാടിയാൽ ഓള് മരിക്കുന്ന അവൾക്ക് ഉറപ്പ്. കാരണം നീന്താനറിയാത്തതുകൊണ്ട് അത് പൊട്ടിച്ചാടുന്നുള്ള പേടി അവൾക്ക് നല്ലോണ്ട്. ഇന്ന് പിള്ളേരൊക്കെ നീന്തൽ പഠിപ്പിച്ചു, സ്വന്തമായിട്ട് നീന്താനായിട്ട് പഠിക്കാനായിട്ട് വയ്യ. ഇനി ഇത് ഈ മെയിൻ റോഡല്ല കേട്ടോ. നമ്മൾ ആ ചപ്പാത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് തൊട്ടടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറിയത്. അതായത് നമ്മൾ ശരിക്കും സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ള് മെയിൻ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഇട റോഡുകൾ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന റോഡാണ്. നല്ല സൂപ്പറായിട്ട് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുക. പക്ഷേ എന്തൊരു പ്രശ്നം വെച്ചാൽ അതുവരെ പോയിട്ട് റോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചും ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. കട്ടപ്പന എത്ര നല്ല സ്ഥലമാണെന്ന് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും കുട്ടികളെയും കൊണ്ടേ വന്നേർന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അവരെയും കൊണ്ട് നമ്മൾ എന്തായാലും വരും. പിന്നെ കുട്ടികളുടെ കാര്യം ആദ്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയില്ല. അവർ ലയന എന്നാണ് പേര്. അങ്ങനെയാണിത് ലയന എന്നുള്ള നമ്മുടെ കമ്പനി നെയിം വന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, അതിനും ലയന തന്നെയാണ് പേര്. അവർ പഠിക്കുന്നത് 7th, അതേ പിന്നെ ചെറിയ ആൾ 5th ഇവിടെ പെരിന്തൽമണ്ണ തന്നെ സേക്രട്ട് ഹാർട്ട് CMI പബ്ലിക് സ്കൂൾ എന്നുള്ളതിലാണ് പഠിക്കണം. ആരാണിപ്പോൾ വീട്ടിൽ ഞങ്ങളില്ലാത്തപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ പറഞ്ഞു തരുന്നല്ലോ, 2 പാരൻസും ഒരു വീട്ടിലാണ്. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായി. പിന്നെ ഫുഡ് താഴ്ത്തുനിന്നും മുകളിൽ ഒക്കെ ആയിട്ട്, കാരണം എൻ്റെ പാരൻസ് മുകളിലും മനുവിൻ്റെ പാരൻസ് താഴെയാണ്. ഒരു മുകളിലും താഴത്തുനിന്നൊക്കെ ആയിട്ട് മാറി മാറി ഫുഡ് കഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായി. അവരല്ല നോക്കണത്, അവരാണ്. ഇവിടെ 5 ആൾക്കാരുണ്ട്, അവരെ നോക്കണം. 5 പേരുണ്ട് കേട്ടോ, പ്രായമായ 5 പേരുണ്ട്. മനോഹരൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വല്യമ്മ, അങ്ങനെ 5 പേരുണ്ട്. അവരെ ശരിക്കും നോക്കണത് ഇവരാണ്. എല്ലാവരും ഏജ്ഡാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിലും ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഞങ്ങൾ പോവുകയാണ് വേണ്ടത്. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശല്യം. ഇപ്പോൾ അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടേക്കോ ഇവിടെ നിർത്തണ്ടെന്നാ പറയണത്. കാരണം ഓള് ഇവിടെ ഇല്ലാണ്ടിരിക്കണതാ അവര്. പിന്നെ ചിലപ്പോൾ തമാശക്ക് പറയും ഞാൻ പോകുന്നില്ല എന്ന്. അപ്പം അങ്ങനെ പറയും ഡാഡയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ, ഡാഡയ്ക്ക് ഫോണ് വരുമ്പോൾ ഡാഡ ഫോൺ ഒറ്റയ്ക്ക് എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ മെല്ലെ പറഞ്ഞയക്കും. കാരണം സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കണ പോലത്തെ ഒരു ബുദ്ധിമുട്ടിക്കല് അത് വീട്ടു ജോലി ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പഠിപ്പിക്കുക, അതേപോലെ മുടി ചീന്ത, അതൊക്കെയാണല്ലോ അവർക്ക് ഏറ്റവും അമ്മമാരോടുള്ള ദേഷ്യം. അതൊക്കെ ഞാൻ നല്ലപോലെ ചെയ്യും, കുളിപ്പിക്കും. അപ്പോൾ നാളെ നമ്മളൊരു ഇൻസ്റ്റയിൽ റീലിട്ടിട്ട് ഞാൻ വെറുതെ അന്നൊരു റീലിട്ടത്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ റീല് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിയത്തെ കമൻറ്റുകൾ കേട്ടിട്ട്
എന്നെ കുറിച്ചിട്ടല്ല കമന്റ്, ഇവര് തമ്മിൽ കമന്റ് ഇട്ട ആൾക്കാർ തമ്മിൽ ഭയങ്കര തമ്മിൽ അടിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ റീലിൻ്റെ അടിയിൽ പോയിട്ട് ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെ പെണ്ണ് ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുമോ, വീട്ടിലെ പണി ആരെടുക്കുക, എന്തൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത് അല്ലേ? കാരണം വീട്ടിൽ പണിയെടുക്കാനായിട്ടാണോ അപ്പോൾ പെണ്ണുങ്ങൾ? എൻ്റെ ജസ്റ്റ് ഞാനത് നടന്നു പോകുന്നൊരു വീഡിയോ ആണ് എങ്കിലും അതിൽ ആൾക്കാർ കമന്റ് ചെയ്ത് വർത്താനം പറയലായിരുന്നു. അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് പെണ്ണുങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുക? വീട്ടിലത്തെ കാര്യങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പം എന്താ കാട്ടുക വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ? കുട്ടികളാണെങ്കിലും നമ്മളില്ലാത്തപ്പോൾ അവരൊന്നും കൂടിയും അവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് തോന്നിയത് രണ്ടുപേരും തമ്മിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവും. ഇപ്പോൾ ഇവർ തമ്മിൽ അടി തന്നെയല്ലേ, ഇവർ രണ്ടുപേരും പരസ്പരം കെയർ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരുപാട് പേരൻസിനുള്ള പ്രശ്നമാണ് കുട്ടികളെ കൊഞ്ചിച്ചിട്ടും താലിച്ചിട്ടും. അതായത് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കുട്ടികളൊന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ കുറേ ആൾക്കാർ പറയും ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നാശമാവും. ശരിയായിരിക്കും ഉണ്ടാവും, അതൊക്കെ ഒരു അഡിക്ഷനായിട്ട് ഇവർ ഉപയോഗിക്കുകയാണെങ്കിലല്ലേ ഇവർ നാശമാവുള്ളൂ. ഇപ്പോൾ നമ്മളെ കുട്ടികൾ ഫോൺ അവർക്ക് ഫോൺ എന്നോ നമ്മൾ ഒരുപാട് മുന്നേ അവർക്ക് ഫോൺ കൊടുത്തു. പക്ഷെ അതിൻ്റെ എല്ലാ ആക്സസും നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ്. ഒരു ഇത്ര സമയം കഴിഞ്ഞാൽ ഫോൺ ലോക്കാവും. പിന്നെ അവരെന്തൊക്കെ യൂസ് ചെയ്യുന്ന, ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെ കാണുന്നത്, അതെല്ലാം എനിക്കതിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കിതൊന്നും അറിയൊന്നുമില്ല. പക്ഷെ അവരതൊന്നും മിസ്യൂസ് ചെയ്യണില്ല. കാരണം അവർക്കറിയാം 9 മണിക്ക് ഫോൺ ഓഫ് ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ അവർ പഠിക്കാനുള്ളത് പഠിച്ച് ഫോൺ കണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫോൺ അവർക്ക് വേണം. കാരണം എല്ലാതും സ്കൂളിൽ നിന്നുള്ളതാണെങ്കിലും മൊത്തത്തിലൊക്കെ റെഫർ ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പോഴത്തെ പേരൻസിനോട് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ ഫോണും ഇൻ്റർനെറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാണ്ട, കുട്ടികളെ നാശാക്കരുത്. ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്താൻ. ഇപ്പോൾ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ഫോൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണല്ല ടോട്ടലുള്ള ഓളൊരു ഐക്യു കാണുമ്പോൾ ചിലപ്പോൾ എനിക്കും കൂടി അറിയാത്ത കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെറിയ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ അതിനുള്ള ഉത്തരം എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു സോഴ്സ് ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുട്ടികളായിട്ട് വളരും. അത് എന്ത് ഉപയോഗിക്കണം, ഏത് ഉപയോഗിക്കണം എന്നുള്ളത് പേരൻസ് പറഞ്ഞു കൊടുക്കണം. അഡിക്ഷൻ ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ ഫോൺ അവരോട് മാറ്റി വെക്കുകയെന്ന് പറഞ്ഞാൽ അവർ അപ്പം മാറ്റി വെക്കണം. അങ്ങനെ ഇതാക്കണം. ഇവർക്ക് അങ്ങനെ ഒരു എനിക്ക് അതിൽ ഇവരെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ പിള്ളേരെ. അഡിക്ഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊരു സാധനം നമ്മൾ വേണ്ടാന്ന് പറയണം. അതായത് സ്ട്രിക്റ്റ് ആക്കണോ ആ സാധനത്തിനോടുള്ള ഇവർക്ക് അഡിക്ഷൻ ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ഫോൺ മാറ്റി വെക്കുന്നു പറഞ്ഞാൽ അവരവിടെ മാറ്റി വെച്ചോളും. അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് ഫോൺ കിട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് അത്, അതായത് ചില കുട്ടികൾക്ക് ഇവരുണ്ടല്ലോ, പേരൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫോൺ കൊടുക്കൂല. ഫോൺ എടുത്ത് കളിച്ചാൽ ചിലപ്പോൾ അതിന് ചീത്ത പറയും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളോട് മാറ്റി വയ്ക്കാൻ പറയാം, കുറച്ച് നേരം കൂടി പറഞ്ഞ് നിൽക്കും. ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവരെ ഫോൺ തന്നെയാണ്, അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും അത്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണ്ടെന്നിങ്ങനെ തർപ്പിച്ച് പറയുമ്പോഴാണല്ലോ അവർക്കത് ചെയ്യാനുള്ളൊരു ദ്വര അല്ലേ അതുണ്ടാവണത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഇതല്ലേ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ഞാനാണെങ്കിലും കുട്ടികൾക്ക് എല്ലാം ഇപ്പം ഞങ്ങൾ പാരൻസുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചില പാരൻസ് പറയും ഞാനത് ചെയ്യാനേ സമ്മതിക്കില്ല. ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും അവർ സമ്മതിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫസ്റ്റ് സ്കൂളിൽ ക്യാൻറ്റീൻ വന്നപ്പോൾ ചില പാരൻസ് പറഞ്ഞിരുന്നു ഞാനൊരു 10 രൂപ പോലും എൻ്റെ കുട്ടികൾക്ക് കൊടുക്കില്ല. ഞാൻ ആദ്യമൊക്കെ പൈസ കൊടുത്തു. ഇപ്പോൾ പൈസ കൊടുത്താൽ തന്നെ അവർക്ക് വേണ്ട. കാരണം അത് ഇത്രയേ ഉള്ളൂ ക്യാൻറ്റീൻ അവർക്ക് മനസ്സിലായി. പക്ഷെ ചില കുട്ടികൾ മറ്റുള്ള കുട്ടികൾ വാങ്ങുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികൾ പൈസ കൊടുക്കാത്ത ആൾക്കാരുണ്ടാവും അറിയാം. എൻ്റെ മോൾക്ക് ഇപ്പോൾ 500 റുപ്യ അല്ലെങ്കിൽ ഒരു 100 200 കൊടുത്തു കഴിഞ്ഞാൽ അവൾ നേരം ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും. അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മേടിക്കണ്ട. അത് ആദ്യം എനിക്ക് അന്ന് കൊടുത്തപ്പോൾ അവൾക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമായിട്ടല്ലേ അവള് മേടിച്ചു. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാൻറ്റീൻ പോവുക, പൈസ കൊടുക്കുക, സാധനം മേടിക്കുക, അവർക്കൊരു ഇൻട്രസ്റ്റാണ്. ഇപ്പം നമ്മളാണ് പറയാറ്, ചിലപ്പോൾ അച്ഛമ്മയ്ക്ക് ഒരേ കറി ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ 10 രൂപ കൊടുത്താൽ വേണ്ടാന്ന് പറയും. അപ്പോൾ ഈ കുട്ടികൾ നന്നാവണതും കേടുവരുന്നതൊക്കെ അത് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും. പിന്നെ അമ്മയാണ് പിന്നെ അവരെ പഠിക്കാൻ തന്നെ ഫോഴ്സ് ചെയ്യുക. ഞാനതും പറയലില്ല. ഞങ്ങൾ എൻജോയ്, പഠിക്കണമെങ്കിൽ പഠിച്ചോ, തോൽക്കണമെങ്കിൽ തോറ്റോ, നോ പ്രോബ്ലം. നമ്മളൊന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓരോരോ ആൾക്കാർക്ക് ഓരോ സ്കില്ലുണ്ടായിരിക്കും. ആ സ്കില്ലിനനുസരിച്ചിട്ടേ ഉള്ളൂ അത് അല്ലേ, അതങ്ങനെയല്ലേ വളരുള്ളൂ. ഇവർ മന്ദബുദ്ധിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ടും കാര്യമില്ല, അവർ തലയിൽ കയറില്ല. അതായത് അതിനുള്ള ഐക്യു വളരാനുള്ള ബുദ്ധി വളർച്ച ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അത്യാവശ്യം ഒരു ബുദ്ധിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ഞാൻ വിചാരിച്ച വലിയ കുട്ടിയാകുമ്പോൾ ഇപ്പോൾ ലച്ചുവിന് കുറച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് കൂടിയില്ലേ, അതെന്താണ് അവൾക്ക് നാണക്കേടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം വലിയ കുട്ടികളാകുമ്പോൾ അതിന് വിചാരിച്ചിട്ട് ബേസ് ഇവൾ ചെറുപ്പത്തിൽ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഈ ബേസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ സാധാരണ പേരൻസ് ഇറക്കണത് ആ കുട്ടിക്ക് എത്രയും മാർക്ക്, നീ എന്താ എത്ര മേടിക്കാത്ത ഇല്ല കേട്ടോ, അത് ആദ്യമേ ഇല്ല, കമ്പാരിസൺ ഇല്ല. എനിക്ക് ഞങ്ങൾ പാരൻസാണ്, ഞാൻ തമ്മിൽ ഞാൻ ഒരാളോട് ഇത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കാറുമില്ല. അല്ല അവർ എനിക്കിപ്പോൾ ചില സമയത്ത് ഒരു പൂജ്യമാണ് മാർക്ക് പറഞ്ഞാലും ഞാൻ ഹാപ്പി, നമുക്കങ്ങനെ പ്രശ്നമല്ലല്ലോ. കണ്ടോ സീനറി എന്ന് പറയുന്നത് നല്ല സൂപ്പർ. ഞങ്ങൾ വർത്താനം മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സീനറി കണ്ടു പോവുക. വർത്താനം കേൾക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോറടിക്കും, പക്ഷേ ആ സീനറിയിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പോകുമ്പോൾ കേൾക്കാനാവും, വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോണൊക്കെ അടിച്ച് പൊട്ടിക്കും, കാണാൻ പറ്റില്ല അല്ലേ. അപ്പം എങ്ങനെയാലും കഴിയുമ്പോൾ കേട്ടോളി, കാരണം ഇത് ആരും കേൾക്കൂലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ എന്താ വെച്ചാൽ പ്ലേ ബാക്ക് സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാം. ഇത് ഇന്ന് ഇതിലൊരു വാല്യൂ ഇല്ലെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു സമയത്ത് കുറച്ച് വലുതാവണ സമയത്തേ ഈ ഹിസ്റ്ററിയൊക്കെ ആർക്കെങ്കിലും തിരഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂറുള്ള ഒരു വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാലേ. പിന്നെ ഇതില് അടുത്തന്നെ ആരെങ്കിലും ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ എങ്ങനെയും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളും. കട്ടപ്പനയ്ക്ക് പോയിക്കോളും. ഒരു നല്ലൊരു സ്പോട്ട് പറയുന്നത്. കട്ടപ്പന പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഊട്ടി, മൂന്നാർ, തേക്കടി, വാഗമൺ ഇങ്ങനെ ഒരു 4-5 പ്ലേസ് ആണ് നമ്മള് എല്ലാരും പോണത്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ കട്ടപ്പനയൊന്നും ഒരിക്കലും ആരുടെയും മനസ്സിൽ വരാത്തൊരു സ്ഥലമാണ്. നമ്മളിവിടുന്നൊന്നും പോകില്ല കേട്ടോ. നമ്മളിവിടുന്ന് ആരും കട്ടപ്പനയ്ക്ക് അങ്ങനെ ട്രിപ്പായിട്ട് പോകില്ല. ഞാൻ കട്ടപ്പന എന്നൊരു സ്ഥലം ഉള്ളത് കാരണം തന്നെ ആ സിനിമ ഉള്ളതുകൊണ്ടാ. അമ്മുനെ അവിടെ തണുത്ത് വറച്ചിട്ട് നിൽക്കാനും എന്താ പറയാ, സാധാരണ ഒരു കോട്ടൊക്കെ എടുത്തിട്ട് വരണം, അതൊന്ന് മറന്നും പോയി. പിന്നെ കട്ടപ്പനയിൽ ഇത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ വ്യൂ ഒക്കെ ഇഷ്ടമായിച്ചാൽ ഇത് ഞാൻ മാത്രം എൻ്റെ സ്വന്തം റിസ്കിൽ ചെയ്താൽ വണ്ടി നിർത്തിയിട്ട് അവളോട് ഇറങ്ങാൻ പറഞ്ഞാൽ അടക്കോളം ഇറങ്ങൂല, കാരണം തണുപ്പാണ് പറഞ്ഞിട്ട്. പിന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാണ്ടിരിക്കുക. അത് ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ അമ്മൂൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിശപ്പിൻ്റെ ഇത് വന്നില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് ചെയ്യുന്നതല്ല, അത് അങ്ങനെയല്ല, അത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കില്ല, അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചോറ് വേണം. ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ലുലുത്തെ ഭക്ഷണം കണ്ടിട്ട് അതാണ് ഞങ്ങൾ കഴിക്കണത് എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ കഞ്ഞിയാണ് ഞങ്ങൾ കുടിക്കല്. കഞ്ഞിക്ക് കയറിയതാ, നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ. അതെ, കഞ്ഞി കുടിക്കാൻ കയറിയപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ രസം ഉണ്ടായിരുന്നു. അന്നപ്പോൾ ചേച്ചി ചോറ് കൊന്നോട്ടെ അങ്ങനെ ചോറ് മേടിച്ചാളെ. ഞങ്ങൾക്ക് ഫുഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് 2 കഞ്ഞി 50-50, 100 ഒരു 30 ഉറുപ്പ്യക്ക് ഡബിൾ ഓംലേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി സ്കിപ്പാണ്, പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുള്ളൂ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതായത് പിള്ളേർ എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചു കൊടുക്കലുണ്ട്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തിന്നാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പം നമ്മുടെ അടുത്ത് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹങ്ങളൊട്ടൊന്നും ഇല്ല. സത്യം കേട്ടോ, പണ്ടൊക്കെ എന്തൊക്കെയോ കഴിക്കണം തോന്നുന്നു. പിന്നെ മറ്റും ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിലുള്ളപ്പോൾ എനിക്കും തോന്നാറുണ്ട്. അന്നൊന്നും ഇത്ര ഓൺലൈൻ ഫുഡ് ഡെലിവറി ഒന്നും അത്ര ആയിട്ടില്ല. അപ്പം തോന്നാറുണ്ട്. ഇപ്പം ഈ പുറത്തു കൂടി നടക്കുമ്പോൾ ഒരു ഫുഡും വേണ്ട, ഒരു സാധനം. അതായത് ഇപ്പോൾ പറയില്ലേ, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടായിരിക്കുമല്ലോ. ഇപ്പം അത് കഴിക്കാം, സ്ഥിരം കിട്ടിയാൽ കഴിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു ഫുഡേ ഇല്ല. കാരണം ഇതാണ്ട് നമ്മൾ ആ നേരത്തെ കണ്ട സ്ഥലം ഏത്, കുട്ടിക്കാനത്തെ ചാർജിങ് സ്റ്റേഷൻ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു 4-5 വട്ടം ഇതിനെ കുട്ടിക്കാനം വഴി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്താണ് മിസ്റ്റ് ഇല്ലാണ്ട്, അതായത് ഇങ്ങനെ ഒരു ഏരിയ ഓപ്പൺ ആയിട്ട് ഇവിടെ കണ്ടിരിക്കുന്നത്. അതിന് മുന്നൊക്കെ ഏകദേശം സമയങ്ങളിലൊക്കെ പോകുമ്പോൾ അത് ഫുള്ള് ഇവിടെ കോട ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം ഒരു 80 കാലഘട്ടങ്ങളിൽ ജനിച്ച ആൾക്കാർക്കുള്ളൂ കറക്റ്റായിട്ട് മനസ്സിലാവുക. ഒരു 80-90 കാലഘട്ടങ്ങളിലൊക്കെ കുട്ടികളായിരുന്ന ആൾക്കാർക്ക് ഭക്ഷണം എന്നൊക്കെ പറയണത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. കാരണം ഞാനൊക്കെ വെളിച്ചെണ്ണയും ഉപ്പുമാണ് എൻ്റെ അന്നത്തെ ഏറ്റവും ടേസ്റ്റ് കൂടിയ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിലാവാൻ തോന്നണില്ല. കാരണം അവരിപ്പോൾ എൻ്റെ മക്കൾ എന്താണോ ആഗ്രഹം പറഞ്ഞ് അത് അവർക്ക് അപ്ലൈ നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ ഒരു വില ഇപ്പോൾ വന്ന കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. ആ ഒരു വില അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഈ പണി തന്നെയാണ് അമ്മ വീട്ടിൽ വന്നുള്ള അവസ്ഥ. ഇതാണ് കുട്ടികൾക്ക് അമ്മളോടുള്ള ദേഷ്യം. കാരണം ഒരു മിനിറ്റ് ഒരു തൊയ്രം കൊടുക്കൂല. ഇവരും ഇതേ സംഭവം തന്നെ ഒന്നുണ്ടല്ലേ, അമ്മ പറയാ ഇതിന്ന് 2 കുട്ടികളെ വളർത്തിയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. 88-90 ഉള്ളിൽ ജനിച്ച ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ടെക്നോളജികളൊക്കെ വളർന്നു വന്നത് ഞങ്ങളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ചെറുപ്പത്തിൽ സാധാ ഫോൺ ഞാൻ കണ്ടിട്ടില്ല, വളരെ റെയറായിട്ടുണ്ടായിരുന്നുള്ളൂ. പാതാക്കര സ്കൂളിൻ്റെ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ ഫോണ്.
സുന്തോപ്പ മാത്രമേ ഉള്ളൂ ഫോൺ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സുന്തോപ്പേൻ്റെ സ്വന്തമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സാധനം ആയതുകൊണ്ട്. അതേപോലെ ടി വി എന്ന് പറയുന്ന സ്ഥാനമൊക്കെ പാതാക്കരയിൽ ഒരു വീട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ, റയറായിട്ട്. മഹാഭാരതമൊക്കെ ആൾക്കാരെല്ലാവരും മുറ്റത്ത് പോയിരുന്ന് കണ്ടിരുന്നൊരു കാലം. കറണ്ട്, ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട് വട്ട വീട്, അതായത് ഓല വീടാണ്. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അതിൻ്റെ ഒരു ഇതെന്താണെന്നറിയോ? പിന്നെ അവരൊക്കെ ഇപ്പോൾ ഫോണിൻ്റെ കാര്യമായിട്ടോ പറയണത്. ഇതൊന്നും ഫോണൊക്കെ പിന്നെയും കുറേ കാലം കഴിഞ്ഞതിന് ശേഷം റേഡിയോ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടു. അതായത് ബാറ്ററി പൊട്ടി ഒലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് ഇട്ട് വെക്കുന്നത് വർക്കാവുമെന്ന്. എന്നാലും വർക്കാവില്ല. ആ സാഹചര്യമൊക്കെ ഇപ്പോൾ ഉള്ള കുട്ടികളോട് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും നൊസ്റ്റാൾജിയാണ് അവർക്കൊരു അവർക്ക് ഉണ്ടാവുമായിരിക്കണ്ടേ. ഇപ്പോൾ ടി വിയിൽ ഇവർ കളിക്കുന്ന ഗെയിം അങ്ങനെ ഇന്നിപ്പോൾ കുഞ്ഞാവി ലച്ചൊക്കെ പറയുന്ന ഗെയിമിൻ്റെ ഇതിൻ്റെ പേര് നമുക്ക് അറിയും കൂടിയില്ലല്ലോ. അവർ ഏതോ ലോകത്ത് പോയി. അവരെന്താ കൊറിയൻ കമ്പനി, എന്താ കൊറിയൻ ബ്രാൻഡ്സ് അങ്ങനത്തെയൊക്കെയല്ലേ അവർ അപ്പോൾ പിന്നെ അവർ കൊറിയൻ സീരീസ് ഇപ്പോഴത്തെ കുട്ടികൾ നല്ലപോലെ കാണും, അതുകൊണ്ട് നല്ല ലാംഗ്വേജ് കിട്ടും അവർക്ക്. ഈ ഇന്ത്യ കുട്ടിക്കാലത്ത് കൊറിയ പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. എന്നോട് ഫസ്റ്റ് ഇതേപോലെ പണ്ട് കെനിയെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കെനിയെ? ആകെ കെനിയ ക്രിക്കറ്റ് കളിയിലൊരു ടീം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച ആളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളെ ഇന്നൊരു കാര്യം ചോദിക്കും, അപ്പോൾ അതിന് മുന്നേ ജനിച്ചവരാണ്. അതിന് മുന്നേ ജനിച്ചവരെ കൊണ്ട് ഒരു ഗുണമില്ല. കാരണം അതിൻ്റെ മുന്നേ ജനിച്ചവർക്ക് ഈ കണ്ട സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ മുന്നേ ജനിച്ചവരൊക്കെ അതിന് മുന്നേ ജനിച്ചു പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കൊക്കെ ഏകദേശം മരിക്കാനായ ആൾക്കാർ അവർ ഫോൺ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം, അതായത് ഇൻ്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എനിക്കുള്ളൊരു സംശയം, നമ്മൾ ഈ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ദൈവവിശ്വാസികൾ, ഞാനും നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. എന്തുകൊണ്ട് ഈ കണ്ട ദൈവങ്ങളൊന്നും ഈ കണ്ട ഫെസിലിറ്റി ഒന്നും അന്ന് കണ്ടുപിടിച്ചില്ല എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, സത്യം. കാരണം ആലോചിച്ച് നോക്കൂ, നമ്മൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അത് തരും ഇത് തരുന്നു, ഒന്നും വേണ്ടായിരുന്നില്ല. ഇന്നുള്ള ഫെസിലിറ്റി പണ്ട് കാലം മുതലേ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ എത്തിയേനെ? എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ ഫെസിലിറ്റിയും കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ലോകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ, അതായത് അന്യഗ്രഹത്തിൽ നിന്ന് കൊടുത്തിട്ട് ഒരു ഫെസിലിറ്റിയും കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് എനിക്ക് പിന്നെ ആ സംശയം കൂടാനുണ്ടായ സാഹചര്യം. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും മാത്യു സാറ് വീട്ടിലെത്തി. ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ ഒന്ന് ഒപ്പ് വെച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. പിന്നെ അത് മലപ്പുറം ടു ട്രിവാൻഡ്രം പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ഇടത്താവളാണത്. പണ്ട് ശബരിമലയ്ക്കൊക്കെ ഞാനൊക്കെ പോയിരുന്നപ്പോൾ അങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് ആണ്. പിന്നെ അവിടെ ഇത് ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൽബം ഒക്കെ ഒന്ന് നോക്കി. അതിൽ എൻ്റെ 3-4 ഫോട്ടോസ് ഉണ്ട് ആൽബത്തിൽ. പിന്നെ ആൻറ്റിക്ക് ഇതേപോലെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ ക്ലിയർ ചെയ്യാം. അതായത് ഒരു വീട് പണി എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പല ഇതുല്ലേ പോരായ്മകളൊക്കെ ചില രീതികളിലൊക്കെ വരും. അത് ഒരു കംപ്ലീഷൻ ആവണതെന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അതായത് ക്ലയൻറ്റിൻ്റെ മനസ്സ് ഫുള്ളായിട്ട് ഹാപ്പി ആകുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണി കംപ്ലീറ്റ് ആവണത്. ഇപ്പം സാറിൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ വീട് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇനിയും കുറേ പണികളൊക്കെ ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ആ മതിൽ നോർമലി ചെയ്തതുകൊണ്ട് അത് പൊട്ടിച്ചാടിയിട്ടുണ്ട്, അത് ശരിയാക്കണം. അങ്ങനെ പിന്നെ മോൻ്റെ ഒരാഗ്രഹം വേറെ കിടക്കുന്നുണ്ട്, ഒരു ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞു. അതൊക്കെ ഇനി ഈ മഴയിട്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് ചെയ്യാൻ. അടുത്ത സൈറ്റിലെത്തി. അടുത്ത സൈറ്റ് അടിച്ചിറ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനിങ്ങനെ ടെൻഷൻ പിടിച്ച് നടക്കണത്. ഞാൻ ടെൻഷൻ പിടിച്ച് നടന്നായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോൾ, ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞായിരുന്നില്ല, ഞങ്ങളുടെ ഒരു വർക്കറിൻ്റെ കുട്ടി മരിച്ചു. ഇവിടെ വന്നപ്പോൾ എന്താ മുട്ടയടിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഓൾറെഡി ഞങ്ങൾ അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര തോന്നിയില്ല. ഇവിടെ വന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായി. അന്ന് രാവിലെയാണ് മരിച്ചത്. പക്ഷേ കുട്ടിക്ക് അങ്ങനെ 7 മാസമായിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ നാട്ടിലിവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 8 മാസമായി വന്നിട്ട്. അപ്പോൾ വന്നതിന് ശേഷം പ്രസവിച്ച കുട്ടിയാണ്. അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോക്കാണ്. കാരണം നമ്മളിപ്പോൾ ചെല്ലണ വഴിക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മളാകെ ബ്ലാങ്ക് ആയിപ്പോയി. പക്ഷേ എന്താണ് ഇപ്പോൾ അവനോട് പറയാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കണ പോലെയാണ് സംസാരിക്കണത്. അതായത് ഞാൻ ആദ്യം ചീത്തയാണ് പറഞ്ഞത്, എന്തിനാണ് നീ പിന്നെ പണിയെടുക്കണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, അല്ലാണ്ടപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എങ്ങനെ പോകാൻ പറ്റും, 4 ദിവസം വേണം അവിടെ എത്താൻ. ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഫ്ലൈറ്റിന് പറഞ്ഞയച്ചേനെ. പക്ഷെ അവർക്ക് അങ്ങനെ ഫ്ലൈറ്റിലൊന്നും പോകാനുള്ളൊരു ഫെസിലിറ്റി അവരെ നാട്ടിലേക്കും ഇല്ല. അതായത്
അവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരുപാട് ദൂരം പിന്നെ വീണ്ടും യാത്ര ചെയ്യാണ്ട്, അതായത് ഫ്ലൈറ്റ് ഒന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലായിരിക്കും. കാരണം 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പിന്നെയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവർക്ക് മനസ്സിലുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് പറഞ്ഞയക്കുന്നു. പക്ഷെ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പെൻസ് വന്നാലും അല്ല, എനിക്കിത് പരിചയമുള്ളതാണ്. ഇപ്പം ഞാൻ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ 10-20 കൊല്ലം അവിടെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒരാൾ നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റത്തിൻ്റെ പരിപാടി എന്താ വെച്ചാൽ അവന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, അവനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിന് നമ്മൾ കയറ്റി വിടും. പക്ഷേ ഇത് നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സാവസ്ഥയിലാണ്. അപ്പോൾ എന്തിനാണ് ജോലി ചെയ്യണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറിയിൽ നിന്ന് മാറിക്കിട്ടും. പിന്നെ ഞാനും വിചാരിച്ചു എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്യട്ടെ, ഓനെന്താണോ മനസ്സമാധാനം കിട്ടണം അത് ചെയ്യട്ടെ, അല്ലാണ്ട് അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. പൈസ അപ്പം തന്നെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അതും ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അതും പൈസ വേണ്ടേന്ന് ചോദിച്ചു. പൈസ കൊടുക്കണം അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് ഭയങ്കര ഷോക്കായി പോയി. എന്താ ചെയ്യാം, നമുക്കൊന്നും പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മളെ അങ്കിളും ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെ തന്നെ വന്ന് അവർ ഷോക്കായിട്ട് പോയി. ഞങ്ങൾ വരുമ്പോൾ അവരവിടെ ഉണ്ടാവുന്നു. അവരിത് കേട്ടത് അപ്പം തന്നെ അവിടെ നിന്ന് പോയി. ഞങ്ങളും അതെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തു. ഞങ്ങളപ്പം തന്നെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോ സൈറ്റിൽ നമ്മൾ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ അവ എന്താ വിളിച്ച് പറയാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അവ ഇപ്പം എന്താ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇപ്പം കാര്യമില്ലേ? നമ്മളിപ്പോൾ നാട്ടിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വിളിച്ച് പറയും. അപ്പോൾ പിന്നെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെല്ലുന്ന വരെ അവർ അങ്ങനെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി എനിക്ക് അവർ നാട്ടിലുണ്ടാവും തോന്നണില്ല. പിന്നെ 4 ദിവസം നോർമൽ കിട്ടും. അതായത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് 4 ദിവസമാണ് വേണ്ടത്. പിന്നെ വല്ല ഡിലേ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നെ നമുക്ക് ഇനി അടുത്തൊരു സൈറ്റിലും കൂടി പോവാണ്ട്, അതായത് നമ്മളെ പുതിയ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സൈറ്റിലും കൂടി പോവാണ്ട്. അപ്പം മെല്ലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഇത് വരുന്നത്. ഏറ്റുമാനൂർ ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഹബ് കുറച്ച് നല്ല സൂപ്പർ സ്ഥലമാണ്. അതായത് ഞാനിപ്പോൾ നമ്മളിവിടെ കണ്ട ശരിക്കും പെരിന്തൽമണ്ണയൊക്കെ ഇപ്പോൾ തുടങ്ങി വരുന്നുണ്ട് അല്ലേ? ഇതേപോലെ നൈറ്റ് വൈബ് പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടില്ല, ഇത്ര വൈബൊക്കെയാണ് എത്തിയിട്ടില്ല. കാരണം ഇവിടെ എന്ത് കഴിഞ്ഞാൽ ഈ ബിരിയാണി ഇതുമാ അത് ഫുഡിലൊരു സ്പെഷ്യാലിറ്റി കൊണ്ടുമ്പോഴാണല്ലോ ശരിക്കും നമുക്കൊരു നൈറ്റ് പോയിട്ട് നമുക്ക് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ തോന്നുക. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അത്യാവശ്യം ഒരു 2 മണി വരെയൊക്കെ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കും, ഹോട്ടലും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരും ശരിക്കും തന്നെയാണ് ഹാങ് ഔട്ട് അല്ലേ? കുറച്ച് ഹാങ്ങുള്ളവർക്കൊക്കെ ഔട്ട് ചെയ്യുക. അപ്പോൾ അമ്മു അപ്പോൾ ഓഫീസ് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കാർ തന്നെയാണ് ഓഫീസും മറ്റേ താമസ സ്ഥലം എല്ലാം. അതായത് ഒരു 20 ദിവസമൊക്കെ താമസിക്കാനുള്ള കംപ്ലീറ്റ് ബാഗും ലഗേജൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കടത്തം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും. ഇത് പിന്നെ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു സൈറ്റ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ? ചെറിയൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ഇടത്താവളം ആകാനുള്ള വീടാണ്. കാരണം ഈ കാണുന്ന ഫാമിലി ഈ വീക്കിൽ തന്നെ ദുബായിക്ക് പോകും. പിന്നെ അപ്പച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ഈ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക എന്താണെന്നുള്ളത്. റെയറായിട്ടുള്ളൊരു ഫാമിലിയാണ് അത്. അവരെ കാണുമ്പോൾ തന്നെ അറിയാലോ. അതായത് മോനും കൂടി ഉണ്ടാവാൻ ഒരുപാട് ലേറ്റ് ആയി. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഫുഡ് അവിടെ നിന്നായിരുന്നു കഴിച്ചത്. അന്ന് വൈകുന്നേരം അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. എന്തായിരുന്നു ഫുഡിന്? ബീഫ് കറി, ഫിഷ്, ബീഫ് ഫ്രൈ, ചോറ്, പിന്നെ പൂള എല്ലാം ഉണ്ടായിരുന്നു. സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഞാനും അപ്പച്ചനും ചെറുതായിട്ട് 2 തൊട്ടു. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കോ ഡ്രൈവർ ഭയങ്കര സ്ട്രോങ് ആയ കാരണം കൊണ്ട് ധൈര്യമായിട്ട് വൈകുന്നേരം വേണമെങ്കിൽ 2 കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ബാക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് ഡ്രൈവും അമ്മുവാണ്. അതുകൊണ്ട് ഇപ്പം ഇനി മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള പരാതിയില്ല. അങ്ങനെയൊക്കെ ഒരു ധൈര്യം ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. അത് ഭാര്യമാരെ കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് അല്ലേ? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി ഞാൻ നന്നായിട്ട് ഓടിച്ചു എന്ന് മുന്നോട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഒച്ച ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. വേറെ രക്ഷയില്ല. അപ്പോൾ എന്താ ചെയ്യുക? കാരണം ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഇപ്പോൾ 1 അടിച്ചു കഴിഞ്ഞാലും 2 അടിച്ചു കഴിഞ്ഞാലും ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയല്ലേ? അപ്പോൾ പിന്നെ ഇപ്പോൾ കോ ഡ്രൈവറെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം കോ ഡ്രൈവർക്ക് എന്തായാലും ഞാൻ ഈ വണ്ടി കൊടുക്കാൻ പോവുകയാണ്. പുതിയ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ പുതിയ വണ്ടി കിട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഈ വണ്ടി കൊടുക്കാനും ധൈര്യമായി. സിനിമയിൽ പറഞ്ഞ ആദ്യം നീ പഴയത് വെച്ചിട്ട് പഠിക്കാറില്ലേ?
അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം വണ്ടി പകല് കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ ഡ്രൈവിങ്, നമുക്ക് ഈ വണ്ടി ഒന്ന് തട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ വണ്ടി മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പകലൊന്നും ചോദിക്കില്ല കേട്ടോ. ഒന്നാമത് ട്രാഫിക്, രണ്ടാമത് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവർക്ക് ഒരിക്കലും നമ്മുടെ ഡ്രൈവിങ് കണ്ടാൽ സഹിക്കില്ല. അവർ ഒച്ചടും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഞാനും ഇരുന്ന് ഒച്ചോടും, ബാക്കിൽ വരുന്ന ആൾക്കാർ അവരും ഒച്ചോടും. കാരണം റോഡ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഡ്രൈവിങ് മാക്സിമം പഠിഞ്ഞതിന് ശേഷം തിരക്കുള്ള റോഡിലേക്ക് ആൾക്കാർ ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല ആൾക്കാരും പല പല ആവശ്യങ്ങൾക്ക് പല ധൃതിയിൽ പോണതാണ്. അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള സ്ഥലമല്ല ഈ റോഡ്. പക്ഷെ നിങ്ങൾ ഭർത്താക്കന്മാർ ഒരു ഡ്രൈവിംഗ് ടീച്ചറുടെ ഒരു ക്ഷമ കാണിക്കാന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ ഭാര്യമാരും വണ്ടി ഓടിക്കും. അത് ഞങ്ങളല്ല വിചാരിക്കേണ്ടത്, അത് മറ്റേ ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ പുതിയൊരു നിയമം ഇറക്കണം. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നിടത്ത് ക്ലച്ചും ബ്രേക്കും ഒക്കെ ഈ പഠിപ്പിക്കണ ഇൻസ്ട്രക്ടറുടെ കാലിൻ്റെ അടിയിലുണ്ട്. ഞങ്ങളെ കാലിൻ്റെ അടിയിൽ അതില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് കൂടെ കേട്ടോ നമ്മൾ കൂടുതൽ പേരും പഠിക്കാത്ത. കാരണം ഇവർ ഫുള്ള് കൺട്രോളിങ് ഇവർ ചെയ്ത് നമ്മളെ ഒരു സത്യം പറഞ്ഞ ഒരു ബൊമ്മയാക്കി വിടുക. എന്തൊക്കെയോ നമുക്കറിയാം, പക്ഷെ ഒന്നും അറിയില്ല. സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവരെ കാലിൻ്റെ അടിയിലുണ്ട് ബ്രേക്കും ക്ലച്ചും. അതുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിലൊന്നുമില്ല. കാരണം എന്തേലും ഇൻ കേസ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റിയത് തന്നെയാണ്. അവർക്ക് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം അവർക്ക് നിങ്ങൾ ഓവറാവാൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ചവിട്ടി നിർത്താം. അപ്പോൾ മാക്സിമം ഇങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ എന്താ വെച്ചാൽ ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ മറ്റേ ഹൈവേകളുണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഓടിച്ച് തഴക്കം വന്നതിന് ശേഷം മാത്രം ട്രാഫിക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മതി. എന്തിനാ വെറുതെ ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ തന്നെ ഓടിക്കാൻ അറിയണവർ തന്നെ ഇപ്പോൾ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതിയ ഹൈവേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നമ്മളെ നാട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള റൂൾസ് ഒന്ന് ഇവരെ പഠിപ്പിച്ച് വിടണം. ഇപ്പോൾ ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രാക്കുള്ള ഹൈവേ, 2 ട്രാക്കിലും ലോറിക്കാരായിരിക്കും. ഞാൻ ഇതിനെ പിന്നെ വിമാനം പോണന്തി പോകേണ്ടി വരും. അതായത് നമ്മളെ ഹൈവേയിലൊക്കെ റോട്ടിൽ, അതായത് വലതു ഭാഗത്ത് കൂടെ ഹെവി വെഹിക്കിൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെനാൽറ്റി അറിയാം? 10,000 രൂപയാണ്. അല്ല 10,000 രൂപ. ശരിക്കും ഈ ബൈക്കുകാരെ പോലീസുകാർക്ക് കൈയാട്ടിനേക്കാളും കൂടുതൽ പൈസ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇവരും അത് ശ്രദ്ധിക്കില്ല. നമ്മൾ ഈ ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഇവർ മാറ്റി തരുമില്ല. നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുക? അതായത് അവരെ ലോഡ് വണ്ടി ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ 30 സ്പീഡിലേ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം വരുമ്പോൾ 30 സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ, അവർക്ക് 3 ദിവസം കൂടുമ്പോൾ എത്തിയാൽ മതി, നമ്മളെ കൊണ്ട് പറ്റുമോ?